ഹായ് ഓൾ, വെൽക്കം ടു IAS ഫാക്ടർ. നമ്മളിപ്പോൾ നമ്പർ സിസ്റ്റം എന്ന ടോപ്പിക്കാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സിൽ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മെയിനായിട്ട് പഠിക്കുന്നത് LCM എന്താണ്, HCF എന്താണ്. നമ്മളെ എല്ലാ എക്സാമിനും, അതായത് നമ്മൾ ഇതുവരെ കഴിഞ്ഞ CSAT എക്സാംസിനൊക്കെ മെയിനായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് LCM HCF ഒക്കെ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമുക്ക് ആദ്യം LCM എന്താണെന്ന് നോക്കാം. LCM എന്ന് പറഞ്ഞാൽ എന്താണ്? ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. ഓക്കെ, നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ച കാര്യങ്ങളാണ് LCM. അപ്പോൾ LCM എന്ന് പറഞ്ഞാൽ സ്മോളസ്റ്റ് നമ്പർ എമംഗ് ഓൾ കോമൺ മൾട്ടിപ്പിൾ. അതായത് ഒരു നമ്പറിൻ്റെ മൾട്ടിപ്പിളിൻ്റേത് അതിൽ ഏറ്റവും സ്മോളസ്റ്റ് ഉള്ള വാല്യൂവിനെയാണ് നമ്മളെന്താ LCM എന്ന് പറയാം. അതായത് നമുക്കൊരു എക്സാമ്പിളിലൂടെ നോക്കാം. അതായത് 4 അതുപോലെ 6 ഈ രണ്ട് നമ്പറിൻ്റെയും LCM എന്താണെന്ന് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചു. അപ്പോൾ നമ്മൾ എങ്ങനെ ഫൈൻഡ് ചെയ്യും? അതായത് നമ്മൾ ഇതിൻ്റെ മൾട്ടിപ്പിൾസ് ഒക്കെ നമുക്കറിയാം. 4ൻ്റെ മൾട്ടിപ്പിൾസ് എന്താണ്? 4, 8 അതുപോലെ 12, 16. അപ്പോൾ ഇങ്ങനെ 4ൻ്റെ മൾട്ടിപ്പിൾസ് പോകും. അതുപോലെ 6ൻ്റെ മൾട്ടിപ്പിൾസും നമുക്കറിയാം. എന്താണ്? 6, 12, പിന്നെന്താ 18, അങ്ങനെ പോകും. ക്ലിയർ? അപ്പോൾ ഇതിൽ നമ്മൾ LCM എന്ന് പറഞ്ഞാൽ എന്താ? ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. അതായത് ഈ മൾട്ടിപ്പിൾസിൽ, അതായത് ഈ രണ്ട് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് LCM ഓഫ് എന്താണ്? 4 and 6. അതായത് 4ൻ്റെയും 6ൻ്റെയും LCM എന്താണെന്ന് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? അതിൻ്റെ മൾട്ടിപ്പിൾസിൽ കോമൺ ആയിട്ടുള്ള വാല്യൂ ഏതാണ്? ഇവിടെ നോക്കിയാൽ 12 രണ്ടിലും കോമൺ ആണ്. ക്ലിയർ? രണ്ടിലും 12 കോമൺ ആണ്. ക്ലിയർ? അതുപോലെ നമുക്ക് വേണമെങ്കിൽ 24ഉം രണ്ടിലും കോമൺ ആയിരിക്കും. 24ഉം രണ്ടിലും കോമൺ ആണ്. പക്ഷേ LCM എന്ന് പറഞ്ഞാൽ എന്താ? ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. അതായത് കോമൺ ആയിട്ടുള്ള വാല്യൂവിൽ മൾട്ടിപ്പിളിൽ ലീസ്റ്റ് ആയിട്ടുള്ള വാല്യൂ അതേതാണ്? ഇവിടെ നോക്കിയാൽ 12 ആണ് ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള വാല്യൂ. അപ്പോൾ 4ൻ്റെയും 6ൻ്റെയും LCM എന്താണ്? 12 ആണ്. ക്ലിയർ? അതായത് നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ വാല്യൂസിൽ ലീസ്റ്റ് വാല്യൂ, അതായത് മൾട്ടിപ്പിൾസിൽ കോമൺ ആയിട്ടുള്ള വാല്യൂവിൽ ഏറ്റവും ചെറിയ വാല്യൂവിനാണ് നമ്മൾ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് പറയാം. അതുപോലെ LCM പോലെ തന്നെ ഒരു ടേമാണ് HCF. HCF എന്താണ്? ഹയസ്റ്റ് നമ്പർ എമംഗ് ഓൾ ദ കോമൺ ഫാക്ടേഴ്സ്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ കോമൺ മൾട്ടിപ്പിളാണ്, ഇവിടെ കോമൺ ഫാക്ടേഴ്സാണ്. HCF എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് കോമൺ ഫാക്ടർ, ഇവിടെ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിളാണ്. അപ്പോൾ അത് നമ്മൾ വ്യത്യാസമുണ്ട്. ഒന്ന് മൾട്ടിപ്പിളാണ്, ഒന്ന് ഫാക്ടറാണ്. അതായത് ഇവിടെ നമുക്ക് HCF നോക്കിയാൽ, അതായത് രണ്ട് വാല്യൂസ് നമുക്ക് എടുക്കാം ഏതെങ്കിലും. അതായത് എക്സാമ്പിൾ 8, 12. അതായത് HCF ഓഫ് 8 and 12. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും HCF എന്താണ്? ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്താണ്? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇതിൻ്റെ ഫാക്ടേഴ്സ് എടുക്കുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞതാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ് കാണാത്ത ആൾക്കാർ ആ ക്ലാസ് കണ്ടിട്ട് മാത്രം ഈ ക്ലാസ് കാണാം. ഫാക്ടേഴ്സ് എന്താണ് അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞതാണ്. അപ്പോൾ ഫാക്ടേഴ്സ് എന്താണ്? 8ൻ്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? നമ്മളിവിടെ നോക്കിയാൽ 1 8ൻ്റെ ഫാക്ടറാണ്, അതുപോലെ 2 8ൻ്റെ ഫാക്ടറാണ്, 4 ആണ്, 8 ആണ്. 4 ഫാക്ടേഴ്സാണ് 8നുള്ളത്. അതുപോലെ 12 എന്ന വാല്യൂവിന് എത്ര ഫാക്ടേഴ്സ് ഉണ്ട്? നമുക്ക് നോക്കിയാൽ 1, 2, 3, 4, 6, 12. അപ്പോൾ ഇതൊക്കെ 12ൻ്റെ ഫാക്ടേഴ്സാണ്. അപ്പോൾ ഇതിൽ ഹയസ്റ്റ് കോമൺ ഫാക്ടർ, അപ്പോൾ ഇതിൽ കോമൺ ആയിട്ടുള്ള വാല്യൂ ഏതൊക്കെയാണ്? 1 രണ്ടിൽ കോമൺ ആണ്, 2 കോമൺ ആണ്, 4 കോമൺ ആണ്. സോ ഇതിൽ കോമൺ ആയിട്ടുള്ള ഹയസ്റ്റ് വാല്യൂ ഏതാണ്? 4 ആണ് ഹയസ്റ്റ് വാല്യൂ. സോ HCF എന്ന് പറയുന്നത് എന്താ? HCF ഓഫ് 8 and 12 എന്ന് പറയുന്നത് 4 ആണ്. ക്ലിയർ? അപ്പോൾ LCMൻ്റെയും HCFൻ്റെയും ഡിഫറൻസ് മനസ്സിലായല്ലോ. LCM എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിളാണ്. നമ്മൾ നേരത്തെ എടുത്ത പോലെ മൾട്ടിപ്പിളാണ് നമ്മളിവിടെ നോക്കുന്നത്. നമ്മൾ നേരത്തെ എടുത്ത എക്സാമ്പിൾ എന്താ? 4, 6. അപ്പോൾ ഇതിൻ്റെ മൾട്ടിപ്പിളിൽ ഏറ്റവും ചെറുത്, അതായത് ഏതാണ്? 12 ആണ് ഇതിൻ്റെ മൾട്ടിപ്പിളിൽ കോമൺ ആയിട്ടുള്ള ഏറ്റവും ചെറിയ വാല്യൂ. ഇനി HCF എന്താണ്? HCF എന്ന് പറഞ്ഞാൽ, അതായത് സെയിം എക്സാമ്പിൾ നമുക്ക് എടുക്കാം. 4, 6. അപ്പോൾ ഇതിൻ്റെ HCF എന്തായിരിക്കും? ഇതിൻ്റെ ഫാക്ടേഴ്സിൽ, അതായത് 4ൻ്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? 1, 2, 4. ഇനി 6ൻ്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? 1, 3, 6. ക്ലിയർ? പിന്നെ 2ഉം ഇതിൻ്റെ ഫാക്ടറാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും വലിയ കോമൺ ഫാക്ടർ ഏതാണ്? അതാണ് 2. സോ HCF ഓഫ് 4 and 6 എന്ന് പറയുന്നത് 2 ആണ്. LCM ഓഫ് 4 and 6 എന്ന് പറയുന്നത് എന്താണ്? LCM ഓഫ് 4 and 6 എന്ന് പറയുന്നത് 12 ആണ്. ക്ലിയർ? ആ ഡിഫറൻസ് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഫാക്ടേഴ്സ് ചെയ്തിട്ട് നമ്മൾ LCM ഉം HCF ഒന്നും കാണണ്ട. നമുക്ക് അതിലുള്ള സിമ്പിൾ ട്രിക്ക് ഉണ്ട്, അത് നമുക്ക് അടുത്ത ഇതിൽ നോക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. HCF എന്താ, LCM എന്താ.
ഇനി നമ്മൾ ഈ രണ്ട് എൽ സി എമ്മും എച്ച് സി എഫും എങ്ങനെ ഫൈൻഡ് ചെയ്യാം അതിനുള്ള മെത്തേഡാണ് നമ്മൾ നോക്കുന്നത്. മെത്തേഡ് ഓഫ് ഫൈൻഡിങ് എൽ സി എം ആൻഡ് എച്ച് സി എഫ്. അപ്പോൾ അതിന് നമുക്ക് രണ്ട് മെത്തേഡ് ഉണ്ട്. എന്താ? പ്രൈം ഫാക്ടറൈസേഷൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചാണ് പ്രൈം ഫാക്ടറൈസേഷൻ. എന്താ? ഒരു നമ്പർ തന്നാൽ അതിനെ പ്രൈം നമ്പറിൻ്റെ രൂപത്തിൽ റെപ്രസെൻ്റ് ചെയ്യുന്നതിനാണ് പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറയാം. എക്സാമ്പിൾ നമുക്ക് നോക്കാം. നമുക്ക് ഇപ്പോൾ എന്താണ് 24 വലിയ നമ്പർ എടുക്കാം. 24 അതുപോലെ 36 ഈ രണ്ട് നമ്പറിൻ്റെയും എച്ച് സി എഫ് നമ്മൾ ഫൈൻഡ് ചെയ്യണം. ക്ലിയർ? അപ്പോൾ നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡിൽ നമുക്ക് ചെയ്യാം. എങ്ങനെയാണ്? അതായത് 24നെ നമ്മൾ ആദ്യം പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാം. ഇത് ജസ്റ്റ് ഞാൻ പറയുന്നേ ഉള്ളൂ, നമുക്ക് ഈ മെത്തേഡ് ആവശ്യമില്ല, നിങ്ങൾ ജസ്റ്റ് കേട്ടിരിക്കുക. അടുത്ത മെത്തേഡ് നമുക്ക് ഇത് എങ്ങനെ സിമ്പിളായി ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതായത് 24നെ നമുക്ക് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ ആദ്യം എന്താ 8 × 3 ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 ക്യൂബ് 3⁻1. ഇതാണ് നമുക്ക് പ്രൈം ഫാക്ടറൈസേഷൻ കിട്ടുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചതല്ലേ? അതുപോലെ 36നെ നമുക്ക് എങ്ങനെ എഴുതാം? 6 × 6. സോ 2² × 3². ക്ലിയർ? അതായത് 6 എന്ന് പറഞ്ഞാൽ 2 × 3, അടുത്ത 6 എന്ന് പറഞ്ഞാൽ 2 × 3. സോ 2² × 3². ഇതാണ് കിട്ടുക. ഇനി ഇതിൽ എച്ച് സി എഫ് എന്താണ്? എച്ച് സി എഫ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രൊഡക്റ്റ് ഓഫ് ലോവസ്റ്റ് പവർ. അതായത് ഇവിടെ എന്താ? പവറിൽ, അതായത് 2 ഇവിടെ നോക്കിയേ 2 ക്യൂബ് ഉണ്ട്, 2² ഉണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ചെറിയ പവർ എന്താണ്? 2² ആണ്. അപ്പോൾ അത് നമ്മൾ എടുക്കുക. 2² ചെറിയ പവർ എടുക്കുക. ഇൻറ്റു അടുത്തോ 3⁻1 പിന്നെ 3². സോ ഇതിലും ചെറിയ വാല്യൂ എടുക്കുക. ഏതാ സ്മോളർ വാല്യൂ? 3⁻1. സോ ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രൊഡക്റ്റാണ് നമ്മുടെ വാല്യൂ. സോ എന്താണ്? 2² എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 4 ആണ്, ഇൻറ്റു 3 = 12. സോ 12 ആണ് ഇതിൻ്റെ എച്ച് സി എഫ് എന്ന് പറയാം. എച്ച് സി എഫ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തിട്ട് അതിൽ ലോവസ്റ്റ് വാല്യൂ എടുക്കുക. അതായത് രണ്ടും കമ്പയർ ചെയ്യുക, എന്നിട്ട് അതിൽ ഏറ്റവും ലോവസ്റ്റ് വാല്യൂ എടുക്കുക. ഇനി എൽ സി എം ആകുമ്പോഴോ? എൽ സി എം ആകുമ്പോൾ നമ്മൾ എന്താ? പവർ ഓഫ് ഹയസ്റ്റ് പ്രൊഡക്റ്റ് പവർ. അതായത് ഇവിടെ ഹയസ്റ്റ് വാല്യൂ എത്രയാണ്? 2 ക്യൂബാണ് ഹയസ്റ്റ്. 2² ഉണ്ട്, 2 ക്യൂബ് ഉണ്ട്. സോ 2 ക്യൂബാണ് ഹയസ്റ്റ്, ഇൻറ്റു 3² ഹയസ്റ്റ്. 3². 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 8 ആണ്. 3² എത്രയാണ്? 3² എന്ന് പറഞ്ഞാൽ 3 × 3 9. സോ 72 ആണ് ആൻസർ കിട്ടുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എൽ സി എം എന്ന് പറയാം. അപ്പോൾ ഇതാണ് മെത്തേഡ്. പക്ഷേ ഈ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യാറില്ല, ജസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കാം. ഇനി അടുത്തൊരു മെത്തേഡാണ് ഡിവിഷൻ മെത്തേഡ്. സാധാരണ നമ്മൾ ചെയ്യുന്ന മെത്തേഡാണ് ഡിവിഷൻ മെത്തേഡ്. അതായത് നമ്മൾ എങ്ങനെയാണ് ചെയ്യുക ഡിവിഷൻ മെത്തേഡിൽ? ഒരു എക്സാമ്പിൾ നോക്കിയാൽ, അപ്പോൾ ഇത് നമുക്ക് ക്ലിയർ ചെയ്യാം അല്ലേ? എന്താണ് എക്സാമ്പിൾ നോക്കിയാൽ 12 അതുപോലെ 18 24. അപ്പോൾ ഈ നമ്പേഴ്സിൻ്റെ എൽ സി എം എങ്ങനെ ഫൈൻഡ് ചെയ്യാം? അപ്പോൾ നമുക്ക് 3 നമ്പർ തന്നു. അപ്പോൾ എൽ സി എം എങ്ങനെ ഫൈൻഡ് ചെയ്യാം? നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്താൽ ഒരുപാട് ചെയ്യേണ്ടി വരുന്ന. അപ്പോൾ നമ്മൾ ഈ ഡിവിഷൻ മെത്തേഡിൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. അതായത് ഇങ്ങനെ 3 നമ്പർ തന്നാൽ ഇതിൻ്റെ എൽ സി എം നമുക്ക് ഫൈൻഡ് ചെയ്യണം. സോ നമ്മൾ എന്ത് ചെയ്യുക? ഇതിനെ ആദ്യം നമ്മൾ ഇതിൻ്റെ കോമൺ ഫാക്ടർ കൊണ്ട് എന്താ ഡിവൈഡ് ചെയ്യുക. അതായത് നമുക്കിവിടെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ? പറ്റും. സോ അപ്പോൾ ഇവിടെ എന്ത് കിട്ടും? 6 9 12. ക്ലിയർ? ഇനിയോ? ഇനി നമുക്ക് ഇതിൽ കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഏതാ? അതായത് മിനിമം 2 നമ്പറിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. ഇവിടെ നമുക്ക് നോക്കിയാൽ 2 എന്ന നമ്പർ വെച്ചിട്ട് ഈ 3നെയും ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ മിനിമം 2 നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ 6 എന്ന നമ്പറിനെയും 12 എന്ന നമ്പറിനെയും. സോ നമുക്ക് 2 എന്ന നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ 3 9 എന്ന നമ്പറിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. സോ ആ 9 അതുപോലെ നമ്മൾ എഴുതുക. ക്ലിയർ? ആ 9 നമ്മൾ അതുപോലെ എഴുതി. പിന്നെയോ 12നെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 6. ക്ലിയർ? അപ്പോൾ ഇനി എന്താണ് ബാക്കിയുള്ളത്? ഈ നമ്പേഴ്സിനെ നമുക്ക് ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം? ഈ നമ്പേഴ്സിനെ നമുക്ക് 3 എന്ന നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ 3 എന്നതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം 1, ഇവിടെ 3 2. ക്ലിയർ? അപ്പോൾ ഇനി നമ്മൾ മിനിമം 2 നമ്പേഴ്സിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് ഉണ്ടോ? ഇല്ല. കാരണം 1 3 2 എന്നത് നമ്പേഴ്സിനെ നമുക്ക് മിനിമം 1 നമ്പർ മിനിമം 2 നമ്പേഴ്സിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. സോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഇനി ഈ നമ്പേഴ്സൊക്കെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ നമ്മുടെ എൽ സി എം ആയി. എന്താ? 2 × 2 4 ആണ്. 4 × 2 എത്രയാണ്? 12 ആണ്. 12 × ഇവിടെ 3 × 2 6. 12 × 6. ക്ലിയർ? അപ്പോൾ ഇങ്ങനെയാണ് കിട്ടുക. എന്ന് കിട്ടും? 72 ആണെന്ന് കിട്ടും. അപ്പോൾ ഇതാണ് എൽ സി എം.
ക്ലിയർ? അപ്പോൾ നമ്മൾ ഡിവിഷൻ മെത്തേഡിൽ LCM ഫൈൻഡ് ചെയ്യുന്ന ഇതാണ് ഇവിടെ കണ്ടത്. അതായത് ഓരോ നമ്പർ വെച്ച്, അതായത് മിനിമം 2 നമ്പേഴ്സിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. അങ്ങനെയാണ് നമ്മൾ LCM ഫൈൻഡ് ചെയ്യുന്നത്. ഇനി ഇതിലും സിമ്പിൾ ആയിട്ടുള്ളൊരു ട്രിക്ക് ഉണ്ട്, അത് നമുക്ക് നോക്കാം. അതിനു മുമ്പേ നമുക്ക് 2 നമ്പേഴ്സിൻ്റെ HCF എങ്ങനെ കാണാമെന്ന് നോക്കാം. അതായത് ഒരു എക്സാമ്പിൾ, നമുക്കിവിടെ 2 നമ്പേഴ്സ് 12, 18 ഈ നമ്പർ തന്നെ എടുക്കാം. ഈ 2 നമ്പറിൻ്റെ HCF നമ്മൾ എങ്ങനെ ഫൈൻഡ് ചെയ്യും? അങ്ങനെ HCF ഫൈൻഡ് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ LCM ഫൈൻഡ് ചെയ്യുമ്പോൾ പറഞ്ഞു മിനിമം 2 നമ്പേഴ്സിൻ്റെ എങ്കിലും ഫാക്ടർ കണ്ടുപിടിക്കുന്ന നമ്പേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. പക്ഷേ ഇവിടെയാണെങ്കിലോ, ഇവിടെ നമ്മൾ എടുക്കുന്ന എല്ലാ നമ്പേഴ്സിൻ്റെയും ഫാക്ടർ ആയിരിക്കണത്. അതായത് ഇവിടെ നമുക്ക് ആദ്യം 2 എന്ന നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യാം, സോ 6, 9. പിന്നെന്താ 3 എന്ന നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യാം, സോ 1, 2, 3. ഇനി നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ കോമൺ ആയിട്ട് വരുന്ന നമ്പർ മാത്രം നമ്മൾ എടുക്കുക. അതായത് ഈ നമ്പേഴ്സ് മാത്രം എടുക്കുക. എന്ത് കിട്ടും? 2 × 3. സോ ഇവിടെ നമുക്ക് HCF എന്ന് പറയുന്നത് എന്താണ്? 6 ആണ്. HCF എന്ന് പറയുന്നത് 6 ആണ്. ക്ലിയർ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫൈൻഡ് ചെയ്യുന്നത്. ഇനി 12, 18, 24. അപ്പോൾ ഈ നമ്പേഴ്സിൻ്റെ HCF എന്താണ്? 3 നമ്പേഴ്സിൻ്റെ HCF. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടുപോലെ ആദ്യം 2 എന്ന നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 6, 9, 12 കിട്ടും. പിന്നെ എന്താ ചെയ്യേണ്ടത്? മിനിമം എന്താ ചെയ്യേണ്ടത്? മിനിമം 2 നമ്പേഴ്സ് കൊണ്ടല്ല, മാക്സിമം എല്ലാ നമ്പേഴ്സിനെയും നമ്മൾ ഡിവൈഡ് ചെയ്യണം. LCM ആകുമ്പോൾ മിനിമം 2 നമ്പേഴ്സിനെ നമ്മൾ ഡിവൈഡ് ചെയ്താൽ മതി. പക്ഷേ ഇവിടെ എല്ലാ നമ്പേഴ്സിനെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ആയിരിക്കണം, അതായത് കോമൺ ഫാക്ടർ ആയിരിക്കണം. അപ്പോൾ അതേതാണ്? ഇവിടെ കോമൺ ഫാക്ടർ നോക്കിയാൽ 3 ആണ് കോമൺ ഫാക്ടർ. സോ 3 കൊണ്ട് ഇതിനൊക്കെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇവിടെ 2, 3, 4. സോ ഇനി നമുക്ക് കോമൺ ഫാക്ടർ ഇല്ലല്ലോ. അപ്പോൾ ഈ 2 നമ്പേഴ്സ് മാത്രമേ കോമൺ ഫാക്ടർ ഉള്ളൂ. സോ ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. 2 × 3 6 ആണ് HCF. HCF എന്ന് പറയുന്നത് 6 ആണ്. ക്ലിയർ? അപ്പോൾ ഇങ്ങനെയാണ് ഫൈൻഡ് ചെയ്യുക. ക്ലിയർ? അപ്പോൾ ഒരു എക്സാമ്പിളും കൂടെ നോക്കാം. 42 അതുപോലെ 56. ഈ നമ്പേഴ്സിൻ്റെ HCF എന്താണ്? 42, 56. അപ്പോൾ ആദ്യം നമുക്ക് 2 എന്ന നമ്പർ കൊണ്ട് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? 21, 28. നെക്സ്റ്റ് ഇതിൽ കോമൺ ഫാക്ടർ ഏതാണ്? കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് 7 ആണ്. 7 വെച്ച് ചെയ്താൽ 3, 4. അപ്പോൾ ഇവിടെ നമ്മൾ ഇത്ര മാത്രമേ കോമൺ ഫാക്ടർ ഉള്ളൂ. അപ്പോൾ ആ കോമൺ ഫാക്ടേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 2 × 7 = 14. ക്ലിയർ? അപ്പോൾ 14 ആണ് ഇവിടുത്തെ HCF എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ HCF ഫൈൻഡ് ചെയ്യുക. അടുത്തൊരു കാര്യം നോക്കിയാൽ, ഇത് HCF ഫൈൻഡ് ചെയ്യാനുള്ള സിമ്പിൾ ട്രിക്ക് ഉണ്ട്, നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നോക്കാം. അടുത്തത് നമ്മൾ മനസ്സിലാക്കേണ്ടത് HCF × LCM എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ്. അതായത് 2 നമ്പേഴ്സ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ ഒരു ക്വസ്റ്റ്യൻ നോക്കിയാൽ LCM എന്ന് പറയുന്നത് എത്രയാണ്? 36. അതുപോലെ HCF നമുക്ക് തന്നു. HCF എന്ന് പറയുന്നത് 6. ഇനി ഒരു നമ്പർ തന്നു, അതായത് നമുക്ക് 2 നമ്പേഴ്സിൻ്റെ LCM HCF ആണ് തന്നിട്ടുള്ളത്. 2 നമ്പേഴ്സിൻ്റെ LCM 36, HCF എന്ന് പറയുന്നത് 6 ആണ്. അതിൽ ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 2 നമ്പേഴ്സ് ഉണ്ട്. ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 12 ആണ്. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് നമ്പർ എന്താണ്? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ ഈ ഫോമിലാണ് യൂസ് ചെയ്യേണ്ടത്. HCF × LCM എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ്, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. HCF × LCM എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്പർ ഇൻറ്റു സെക്കൻഡ് നമ്പർ. ഇങ്ങനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ തന്നിട്ടുള്ളത്? HCF 6 ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നു. ഇൻറ്റു LCM എന്താണ്? 36 ആണെന്ന് തന്നു. ഇനി ഫസ്റ്റ് നമ്പർ എന്താണ്? 12 ആണെന്ന് തന്നു. സെക്കൻഡ് നമ്പർ അറിയില്ല. അറിയാത്ത നമ്പറിന് നമുക്ക് X എന്ന് കൊടുക്കാം. ക്ലിയർ? അപ്പോൾ ഇനി ഇവിടുന്ന് എന്ത് ചെയ്യുക? നമുക്കിത് കട്ട് ചെയ്ത് മാറ്റിയാൽ എന്ത് കിട്ടും? 3 കിട്ടും. സോ Xൻ്റെ വാല്യൂ എന്ത് കിട്ടും? X = 18 ആണെന്ന് കിട്ടും. ക്ലിയർ? അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് സെക്കൻഡ് വാല്യൂ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഫോമുല നിങ്ങൾ പഠിച്ചു വെക്കുക. ക്ലിയർ? അടുത്ത കാര്യം, ദ LCM ആൻഡ് HCF ഓഫ് 2 നമ്പേഴ്സ് ആർ 120 and 6 റെസ്പെക്റ്റീവ്ലി. 1 നമ്പർ ഈസ് 30. അപ്പോൾ അടുത്ത നമ്പർ ഫൈൻഡ് ചെയ്യാൻ പറയുന്നു. സോ നമ്മൾ നേരത്തെ ചെയ്ത സെയിം ആണ്. എന്താണ്? പ്രൊഡക്റ്റ് ഓഫ് LCM ആൻഡ് HCF. LCM എത്രയാണ്? 120 ഇൻറ്റു HCF എത്രയാണ്? 6. ക്ലിയർ? HCF 6 = ഫസ്റ്റ് നമ്പർ ഇൻറ്റു സെക്കൻഡ് നമ്പർ. എന്താണ് ഫസ്റ്റ് നമ്പർ? എന്താണ് ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത്? 30 ആണ്. ഇൻറ്റു സെക്കൻഡ് നമ്പർ X. ക്ലിയർ? അപ്പോൾ ഇതും നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. എന്ത് കിട്ടും? എത്രയാണ്? 4 കിട്ടും. 6 × 4 ചെയ്താൽ നമുക്ക് 24 ആണെന്ന് കിട്ടും. X = 24. ക്ലിയർ? ഇങ്ങനെയാണ് നമ്മൾ സെക്കൻഡ് ടേം ഫൈൻഡ് ചെയ്യുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സ്മോളസ്റ്റ് നമ്പർ ലിവിങ് റിമൈൻഡർ 2 when divided by. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യനാണ് നമുക്ക് എക്സാമിന് വരിക. അതായത് ഒരു നമ്പറിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ, ഈ 3 നമ്പേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 2 വരണം.
അങ്ങനെയുള്ള നമ്പർ ഏതാണ്, അതാണ് ചോദിക്കുന്നത്. അങ്ങനെയുള്ള സ്മോളസ്റ്റ് നമ്പർ ഏതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമ്മൾ ഇവിടെ ഫൈൻഡ് ചെയ്യേണ്ടത് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആണ്. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്മോളസ്റ്റ് നമ്പർ ലിവിങ് റിമൈൻഡർ 2. അതായത് നമുക്ക് സാധാരണ ഡിവൈഡ് ചെയ്യാൻ അറിയാമല്ലോ, എങ്ങനെയാണ് ചെയ്യാം. അതായത് 12 എന്ന നമ്പറിനെ 5 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. ക്ലിയർ. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ റിമൈൻഡർ എന്ത് കിട്ടും? റിമൈൻഡർ എന്ന് പറയുന്നത് 2 ആണ്. ക്ലിയർ. അപ്പോൾ ഈ 10 എന്ന് പറയുന്നത് 5ൻ്റെ ഫാക്ടർ ആയിരിക്കും. എന്തായാലും 10 എന്ന് പറയുന്നത് 5ൻ്റെ ഫാക്ടർ ആയിരിക്കും. ബാക്കിയുള്ള വാല്യൂസ് ആയിരിക്കും റിമൈൻഡർ. 10/5 എന്ന് പറഞ്ഞാൽ കറക്റ്റായി നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. പ്ലസ് ഇതിൻ്റെ കൂടെയുള്ള 2 ആണ് നമുക്ക് റിമൈൻഡറായി കിട്ടുക. ക്ലിയർ. അത് നമുക്ക് മനസ്സിലാക്കി വെക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്, നമ്മൾ ഈ 3 നമ്പേഴ്സിൻ്റെയും LCM ഫൈൻഡ് ചെയ്താൽ ആ LCMനെ നമുക്ക് ഈ 3 നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ. നമുക്ക് ഫസ്റ്റ് ഇതിൻ്റെ LCM ഒന്ന് ഫൈൻഡ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ LCM നോക്കിയാൽ 12, 15, 20. നമ്മൾ സാധാരണ മെത്തേഡിൽ നമുക്ക് ആദ്യം LCM ഫൈൻഡ് ചെയ്യാം. എങ്ങനെ ചെയ്യും? നമ്മൾ സാധാരണ മെത്തേഡിൽ ഫൈൻഡ് ചെയ്യുമ്പോൾ ആദ്യം എന്ത് ചെയ്യുക? 2 വെച്ച് പറ്റുമോ? പറ്റില്ല. പറ്റും. അപ്പോൾ മിനിമം 2 നമ്പേഴ്സിനെ നമുക്ക് 2 വെച്ച് ചെയ്യാൻ പറ്റും. ക്ലിയർ. അപ്പോൾ എന്ത് കിട്ടും? 6, 15, 10. ഇനി വീണ്ടും 2 വെച്ച് ചെയ്യാൻ പറ്റും. 3, 15, 5. ഇനി 3, 1, 5, 5. സോ നെക്സ്റ്റ് 5. സോ 1, 1, 1. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? 4 × 15 ഈക്വൽ ടു 60 ആണ് നമുക്ക് LCM ആയി കിട്ടുക. 60 ആണ് നമുക്ക് LCM ആയി കിട്ടുക. അപ്പോൾ ഈ 12, 15, 20 എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഈ 3 നമ്പറിൻ്റെയും മൾട്ടിപ്പിളുള്ള നമ്പർ ഏതാണ്? 60 ആണുള്ളത്. ഇനി അതല്ല, നമുക്ക് LCM കാണാനുള്ള ഒരു സിമ്പിൾ ട്രിക്ക് ഉണ്ട്. അതായത് നമുക്കിവിടെ 3 നമ്പേഴ്സാണ് തന്നിട്ടുള്ളത്. 12, 15, 20. ഇതാണ് നമ്മളെ 3 നമ്പർ തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയാൽ ഇതിൽ ഏറ്റവും വലിയ നമ്പറിനെ നമ്മൾ മാറ്റി വെച്ചു. ഇതിൽ ഏറ്റവും വലിയ നമ്പർ ഏതാ? 20 ആണ് ഏറ്റവും വലിയ നമ്പർ. അപ്പോൾ ആ 20 നമ്മൾ മാറ്റി വെച്ചു. 20 നമ്മളിവിടെ മാറ്റി വെച്ചു. ഇനി ബാക്കിയുള്ള നമ്പേഴ്സിനെ നമ്മൾ 20 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 20 വെച്ച് ഡിവൈഡ് ചെയ്യാം. 12നെ 20 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 2 വെച്ച് ഡിവൈഡ് ചെയ്യാം. അല്ലെങ്കിൽ 4 വെച്ച് ഡിവൈഡ് ചെയ്യാം. 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ 3 കിട്ടും, ഇവിടെ 5 കിട്ടും. സോ ഇതിൽ നമ്മൾ ന്യൂമറേറ്ററിലെ വാല്യൂ മാത്രം എടുത്താൽ മതി. ന്യൂമറേറ്ററിലെ വാല്യൂ എന്താണ്? 3 ആണ് കിട്ടിയിട്ടുള്ളത്. അടുത്ത് നോക്കുമ്പോൾ ഇവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ 5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? 3 കിട്ടും. ഡിനോമിനേറ്ററിലെ വാല്യൂ കിട്ടും, 4 കിട്ടും. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുക? ന്യൂമറേറ്ററിലെ വാല്യൂ മാത്രം മതി. ഇപ്പോൾ ന്യൂമറേറ്ററിൽ 3യും 3യും ആണ് കിട്ടിയിട്ടുള്ളത്. നമുക്കറിയാം 3ൻ്റെയും LCM എന്തായിരിക്കും? അതിൽ രണ്ടിലും കോമൺ ആയിട്ടുള്ള വാല്യൂ ഏതായിരിക്കും? 3 തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും LCM എടുക്കുക, ന്യൂമറേറ്ററിൻ്റെ മാത്രം LCM എടുക്കുക. അതെന്താണ്? 3. ഇനി ആ 3 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ആൻസറായി 60. ക്ലിയർ. ഇത് ചെറിയ നമ്പർ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഏത് മെത്തേഡിൽ വേണമെങ്കിലും ചെയ്യാം. വലിയ നമ്പർ കിട്ടുമ്പോൾ നമുക്ക് ഈ മെത്തേഡ് വളരെ സിമ്പിളായി ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? LCM കിട്ടി. LCM എന്ന് പറയുന്നത് എന്താണ്? LCM എന്ന് പറയുന്നത് LCM ഈക്വൽ ടു 60 ആണെന്ന് കിട്ടി. അപ്പോൾ ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, ഈ LCMനെ നമ്മൾ ഈ നമ്പേഴ്സ് കൊണ്ടൊക്കെ ഡിവൈഡ് ചെയ്താൽ നമുക്ക് റിമൈൻഡർ 0 കിട്ടും. ക്ലിയർ. അതായത് 60നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ. 5 കിട്ടും. അതുപോലെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 4 കിട്ടും. 20 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 കിട്ടും. ഇനി അതല്ല, 60 + 1, അതായത് 2, 60ൻ്റെ കൂടെ 2 ആഡ് ചെയ്താൽ 62. ഇതിനെ നമുക്ക് 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? റിമൈൻഡർ 2 കിട്ടില്ലേ? റിമൈൻഡർ 2 കിട്ടും. ക്ലിയർ. അപ്പോൾ മനസ്സിലായല്ലോ. നമ്മൾ LCM കാണാം, പിന്നെ നമുക്ക് റിമൈൻഡർ എത്രയാണ് വേണ്ടത് അത് ആഡ് ചെയ്യുക. അപ്പോൾ ആൻസർ എന്താണ്? ആൻസർ എന്ന് പറയുന്നത് 62 ആണ് ഏറ്റവും ലീസ്റ്റ് നമ്പർ. ക്ലിയർ. സ്മോളസ്റ്റ് നമ്പർ ലിവിങ് റിമൈൻഡർ 2 വെൻ ഡിവൈഡഡ് ബൈ 12, 15, 20. അപ്പോൾ ആ കാര്യം ക്ലിയർ അല്ലേ? അതായത് നമ്മൾ LCM കാണുക, എന്നിട്ട് റിമൈൻഡർ എത്രയാണ് വേണ്ടത് അത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ അതാണ് ആൻസർ 62. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. LCM ഓഫ് നമ്പേഴ്സ് 24, 42, 56. അപ്പോൾ ഇത് നമ്മൾ സാധാരണ മെത്തേഡ് ചെയ്താൽ 24, 42, 56 നമ്മൾ ഡിവിഷൻ മെത്തേഡ് ചെയ്യാം. ഡിവിഷൻ മെത്തേഡ് ചെയ്യുമ്പോൾ ആദ്യം 2. സോ 12, 21, 28. നെക്സ്റ്റ് വീണ്ടും 2, 6, 21 അതുപോലെ എഴുതാം. 14 അഗെയിൻ 2. സോ 3, 21, 7. ഇനിയോ 3. സോ 1, 7, 7. സോ ഫൈനലി 60.
7 കൊണ്ട് ചെയ്യുമ്പോൾ 1 1 1. ഇനി ഈ നമ്പേഴ്സൊക്കെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസറായി. ഈ നമ്പേഴ്സൊക്കെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 × 2 8, 8 × 3 എന്ത് കിട്ടും? 24. 24 × 7, 24 × 7 ചെയ്താൽ 24 × 7 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 168 ആണെന്ന് കിട്ടും. അപ്പോൾ LCM എന്ന് പറയുന്നത് 168. നമുക്ക് ഓപ്ഷൻ സി ആണെന്ന് കിട്ടി. പക്ഷേ ഇത്രയും ചെയ്യേണ്ട, നമ്മളെന്താ സിമ്പിളായി നമുക്ക് എന്താ മെത്തേഡ് ഉണ്ട്. നമ്മൾ നേരത്തെ ചെയ്ത മെത്തേഡ്. ആദ്യം എന്ത് ചെയ്യുക? വലിയ നമ്പർ മാറ്റി വെക്കുക, 56. സോ 56 എന്ന വാല്യൂ നമ്മൾ മാറ്റി വെച്ചു. ബാക്കിയുള്ള നമ്പേഴ്സ് 24/56 ചെയ്യുക, അതുപോലെ 42/56 ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ന്യൂമറേറ്ററുള്ള വാല്യൂ എന്ത് കിട്ടും? അത് മാത്രം നമ്മൾ നോക്കിയാൽ മതി. നമ്മൾ ആദ്യം 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ന്യൂമറേറ്റർ എന്ത് കിട്ടും? 3 ആണ് കിട്ടുക. ഡിനോമിനേറ്ററിൽ എന്ത് വന്നാലും കുഴപ്പമില്ല, നമ്മൾ മാക്സിമം അതിനെ കട്ട് ചെയ്യാൻ പറ്റണം. അപ്പോൾ ന്യൂമറേറ്ററിൽ നമുക്ക് 3 ആണ് കിട്ടുക. അതുപോലെ ഇവിടെ ചെയ്താൽ, ഇവിടെ നമ്മൾ ചെയ്യുന്നു, എന്ത് കിട്ടും? ഇവിടെ ചെയ്യുമ്പോൾ നമുക്ക് 3 ആണ് കിട്ടുക. 14 × 3 ക്ലിയർ? 14 × 3 ആണ് കിട്ടുക. അപ്പോൾ രണ്ടിലും എന്ത് കിട്ടി? 3 ആണ് കിട്ടുക. സോ അപ്പോൾ ഇതിൻ്റെ ന്യൂമറേറ്ററിൻ്റെ വാല്യൂ എന്താ? ന്യൂമറേറ്ററിൻ്റെ LCM എന്താണ്? ന്യൂമറേറ്ററിൻ്റെ LCM എന്ന് പറയുന്നത് 3 ആണ്. 3ൻ്റെയും LCM എന്താ? 3 തന്നെയാണ്. സോ × 3 ചെയ്യുക. × 3 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 8, 15 + 1 16. സോ ഇങ്ങനെയാണ് LCM ഫൈൻഡ് ചെയ്യുക. ക്ലിയർ? അപ്പോൾ വലിയ നമ്പേഴ്സ് ആകുമ്പോൾ നമുക്ക് ഈ മെത്തേഡിൽ സിമ്പിളായി ചെയ്യാൻ പറ്റും. അപ്പോൾ ആൻസർ എന്ത് തന്നെയാണ്? ഓപ്ഷൻ സി തന്നെയാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയാൽ LCM ഓഫ്, അപ്പോൾ ഇങ്ങനെ ഫാക്ട് ഇത് തന്നിട്ടുണ്ട്. എന്താ? 8² × 6³ ആൻഡ് 4⁶ × 9³ അപ്പോൾ ഇങ്ങനെ തന്നാൽ നമ്മൾ LCM കാണേണ്ട മെത്തേഡ് നമ്മൾ നേരത്തെ പഠിച്ചു. എന്താണ്? നമ്മൾ നേരത്തെ പഠിച്ചു പ്രൈം ഫാക്ടറൈസ് ചെയ്യാം. അപ്പോൾ 8² × 6³ എന്ന് വന്നാൽ നമുക്കിതിനെ എങ്ങനെ എഴുതാം? 2³ ഹോൾ റൈസ് ടു എന്ത് എഴുതാം? 2 എന്ന് എഴുതാം. 8നെ 2³ എന്ന് എഴുതാം, പിന്നെ ഹോൾ റൈസ് ടു 2 എന്ന് എഴുതാം. × 2 × 3 ഹോൾ എന്താ? ക്യൂബ് ആണെന്ന് എഴുതാം. ഇനി ഇതിനെ നമ്മൾ ബ്രാക്കറ്റൊക്കെ ഓപ്പൺ ചെയ്താൽ എന്ത് കിട്ടും? 2�6× 2³ × 2 3³ അപ്പോൾ ഇങ്ങനെയാണ് വാല്യൂസ് കിട്ടുക. അപ്പോൾ ഇത് ചെയ്താൽ എന്ത് കിട്ടും? 2�9× 3³ ആണെന്ന് കിട്ടും. ക്ലിയർ? അപ്പോൾ ഇതാണ് ഫസ്റ്റ് വാല്യൂ കിട്ടുക. ഇതിനെ പ്രൈം ഫാക്ടറൈസ് ചെയ്യുമ്പോൾ ഇത് കിട്ടും. അടുത്തതോ 4�6× 9³ അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? 2² ഹോൾ റൈസ് ടു 6 അതുപോലെ 3² ഹോൾ ക്യൂബ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. 2² ഹോൾ റൈസ് ടു 6 അപ്പോൾ എന്ത് ചെയ്യാം? 2⁻12 ആണെന്ന് കിട്ടും. അതായത് ഇങ്ങനെ വന്നാൽ എന്ത് ചെയ്യും? a⁻m ഹോൾ റൈസ് ടു n എന്ന് പറഞ്ഞാൽ a⁻m × n ആണ്. ക്ലിയർ? അത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞല്ലേ. അപ്പോൾ 2⁻12 എന്ന് വന്നു. അതുപോലെ × 3⁻, എന്ത് കിട്ടും? ഇവിടെ 6 ആണ് കിട്ടുക. ക്ലിയർ? അപ്പോൾ ഇത്രയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇതിൽ നിന്ന് LCM എന്താണെന്ന് നോക്കിയാൽ, LCM എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് ഫാക്ടർ, ഹയസ്റ്റ് വാല്യൂ. ഇതിൽ ഹയസ്റ്റ് വാല്യൂ ഏതാണ്? അതായത് 2ൻ്റെ വാല്യൂസിൽ 2ൻ്റെ പവറുള്ള ഹയസ്റ്റ് വാല്യൂ ഏതാണ്? 2⁻12 ആണ്. അപ്പോൾ അത് നമ്മൾ അതുപോലെ എഴുതാം, 2⁻12. ക്ലിയർ? 2⁻9 എടുക്കേണ്ട ആവശ്യമില്ല, 2⁻12 എടുക്കാം. അടുത്ത 3ൻ്റെ ഫാക്ടേഴ്സിലോ 3ൻ്റെതിലോ 3⁻6 ആണ് ഹയസ്റ്റ് വാല്യൂ. സോ × 3⁻6 എടുക്കുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ LCM, 2⁻12 × 3⁻6. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ക്ലിയർ? അടുത്ത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ, വാട്ട് ഈസ് ദ സ്മോളസ്റ്റ് നാച്ചുറൽ നമ്പർ ദാറ്റ് ഷുഡ് ബി ആഡഡ് ടു എന്താ 1225 സച്ച് ദാറ്റ് എ റിമൈൻഡർ ഓഫ് 3 ഈസ് ലെഫ്റ്റ് വെൻ ദ റിസൾട്ടിംഗ് നമ്പർ ഈസ് ഡിവൈഡഡ് ബൈ, നമ്മൾ നേരത്തെ ചെയ്ത സെയിം ആണ്. എന്താ? വാല്യൂസ് കുറച്ച് വലുതായി 4 വാല്യൂസ് തന്നു. സോ ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം, അതായത് ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണ്? ഏതോ ഈ നമ്പറിനെ, ഒരു നമ്പറിനെ, ആ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? 1225 വലിയ നമ്പറാണ്. അതിൻ്റെ കൂടെ എത്രയോ ആഡ് ചെയ്ത നമ്പറാണ്. ആ നമ്പറിനെ നമ്മൾ ഈ 4 നമ്പേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എന്ത് കിട്ടും? റിമൈൻഡർ 3 ആയിരിക്കും കിട്ടുക. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യനൊക്കെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതുപോലത്തെ ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ ആദ്യം ഈ നമ്പേഴ്സിൻ്റെ LCM ഫൈൻഡ് ചെയ്യുക. ഈ 3 നമ്പേഴ്സിൻ്റെ LCM ഫൈൻഡ് ചെയ്യുക. LCM ഫൈൻഡ് ചെയ്യേണ്ട മെത്തേഡ് എന്താണ്? ആദ്യം തന്നെ ഏറ്റവും വലിയ നമ്പർ മാറ്റി വെക്കുക, 28. ബാക്കിയുള്ള നമ്പേഴ്സിനെ 12/28 ചെയ്യുക, 18/28 ചെയ്യുക, 21/28 ചെയ്യാം. ഇത്രയും ചെയ്തിട്ട് ന്യൂമറേറ്ററിൻ്റെ LCM ഫൈൻഡ് ചെയ്യാം. ഇത്രയും ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഇത് കട്ട് ചെയ്യാം. എന്ത്? 3 കൊണ്ട് കട്ട് ചെയ്യാം, അല്ലെങ്കിൽ 4 കൊണ്ട് കട്ട് ചെയ്യാം. 4 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ ന്യൂമറേറ്ററിൽ 3 വരും. ക്ലിയർ? ഡിനോമിനേറ്റർ നമുക്ക് ആവശ്യമില്ല, ന്യൂമറേറ്ററിൽ 3 വരും. ഇനിയോ 18ഉം 28ഉം ആകെ നമുക്ക് എന്ത് 2 വെച്ച് മാത്രമേ കട്ട് ചെയ്യാൻ പറ്റൂ. സോ ഇവിടെ എന്ത് വരും? 9 വരും. ഇവിടെ 14 വരും.
ഇനി കട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ, കട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ന്യൂമറേറ്റർ എന്ന് പറയുന്നത് 9 വന്നു. ഇനി ഇവിടെ നമുക്ക് 7 വെച്ച് കട്ട് ചെയ്യാം. 7 വെച്ച് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് കിട്ടും? 3 കിട്ടും, ഇവിടെ 4 കിട്ടും. അപ്പോൾ ഇങ്ങനെ നോക്കിയാൽ ന്യൂമറേറ്ററിലെ വാല്യൂസ് എന്താണ്? 3, 9, 3. അപ്പോൾ ഇങ്ങനെ ചെറിയ വാല്യൂസ് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? സിമ്പിളായിട്ട് നമുക്ക് ഇതിൻ്റെ LCM ഫൈൻഡ് ചെയ്യാം. ഈ 3 വാല്യൂ കാണുമ്പോൾ തന്നെ നമുക്കറിയാം എന്താ LCM എന്ന് പറയുന്നത് എന്തായിരിക്കും? 9 ആയിരിക്കും. ക്ലിയർ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ന്യൂമറേറ്ററിൻ്റെ LCM കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. 28നെ മൾട്ടിപ്ലൈ ചെയ്യാം. 28 × 9. സോ നമുക്ക് എന്ത് കിട്ടും? 28 × 9 ചെയ്താൽ എന്ത് കിട്ടും? 252 എന്ന് കിട്ടും. ക്ലിയർ? അപ്പോൾ LCM എന്ന് പറയുന്നത് എന്ത് കിട്ടി? 252 കിട്ടി. ഇനി ക്വസ്റ്റ്യൻ എന്താണ്? നമ്മൾ ഈ നമ്പർ അതായത് 1225 എത്രയോ വലിയ നമ്പറാണ്. അതായത് ഇവിടെ നോക്കിയാൽ LCM എന്ന് പറയുന്നത് നമുക്ക് കിട്ടി 252 ആണെന്ന് കിട്ടി. അപ്പോൾ ഈ 252ൻ്റെ മൾട്ടിപ്പിൾസിനൊക്കെ നമുക്ക് ഈ നമ്പേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 252 പറ്റും. 252 × 2നെ കൊണ്ട് നമുക്ക് ഈ നമ്പേഴ്സിനെ കൊണ്ടൊക്കെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ 252ൻ്റെ മൾട്ടിപ്പിൾസിനൊക്കെ നമുക്ക് ഈ 4 നമ്പേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ 1000ൻ്റെ അടുത്തുള്ള ഈ വാല്യൂസിൻ്റെ അതായത് 1225 അതിനെ നമുക്ക് 252 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്കറിയാം ഏത് വാല്യൂ വരെ ആയിരിക്കും നമുക്ക് ഈ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് നമ്മളിത് ഡയറക്റ്റ് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 252 × 4 ചെയ്താൽ എന്ത് കിട്ടും? 1008 കിട്ടും അല്ലേ? 1008 ആണ് കിട്ടും. പിന്നെ എന്ത് ചെയ്യുക? 1008 കിട്ടും. അതിൻ്റെ കൂടെ ഒരു 252 കൂടെ ആഡ് ചെയ്താൽ അതായത് നമുക്ക് 1008നെ നമുക്ക് കറക്റ്റായി 4 നമ്പേഴ്സ് കൊണ്ട് കട്ട് ചെയ്യാൻ പറ്റും. അടുത്ത നമ്പർ ഏതാണ്? ഇതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുക? 252 ആഡ് ചെയ്യുന്ന നമ്പർ. അതായത് ഇതിൻ്റെ കൂടെ 252 ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 1260 ആണ് കിട്ടുക. ക്ലിയർ? 1008നെ നമുക്ക് ഈ 4 നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അടുത്ത നമ്പർ ഏതാണ്? 1260 ആണ് ഈ 4 നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചു 1225 ഒരു വലിയ നമ്പർ. അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 3 കിട്ടണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്തേ? നേരത്തെ നമ്മൾ ചെയ്തു, LCM കണ്ടുപിടിച്ചു, അതിൻ്റെ കൂടെ റിമൈൻഡറിൻ്റെ വാല്യൂ ആഡ് ചെയ്തു. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? 1260 എന്ന വാല്യൂവിനെ നമുക്ക് ഈ 4 നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു 3 കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് എന്താ നമ്മുടെ വാല്യൂ കിട്ടും. ഏതാണ്? 1263 ആണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഈ വാല്യൂവിനെ നമുക്ക് ഈ 4 വാല്യൂസിനെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? റിമൈൻഡർ എന്ന് പറയുന്നത് 3 ആയിട്ട് കിട്ടും. അപ്പോൾ 1225ൻ്റെ കൂടെ എത്രയാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്? എത്രയാണ്? 38 അല്ലേ നമ്മൾ ആഡ് ചെയ്യേണ്ടത്? 38 ആണ് ആഡ് ചെയ്യേണ്ടത്. ക്ലിയർ? അപ്പോൾ ഈ 38 ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? റിമൈൻഡർ 3 കിട്ടുന്ന വാല്യൂ കിട്ടും. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ്, 38. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ 4 നമ്പേഴ്സിൻ്റെ LCM ഫസ്റ്റ് ഫൈൻഡ് ചെയ്യാം. ആ LCMൻ്റെ മൾട്ടിപ്പിൾസ് ഒക്കെ നമുക്ക് ഈ 4 നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പറിൻ്റെ കൂടെ ഒരു 3 ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? റിമൈൻഡർ വാല്യൂ കിട്ടും. ക്ലിയർ? ആ 3 റിമൈൻഡറായി കിട്ടും. അപ്പോൾ ഇവിടെ ചോദിച്ചു 1225 എത്ര കൂടുതലാണ് ഈ നമ്പർ എന്ന്? എത്ര കൂടുതലാണ്? 38. ക്ലിയർ? അപ്പോൾ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. നമുക്ക് ലാസ്റ്റ് ആകുമ്പോൾ നമുക്ക് ഇതിൻ്റെ കഴിഞ്ഞ CSAT-ൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാം. അവിടെ ഇതുപോലത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ലീസ്റ്റ് നമ്പർ ഓഫ് 7 വിച്ച് വെൻ ഡിവൈഡഡ് ബൈ 8, 12, 16 ലീവ്സ് 3 ആസ് റിമൈൻഡർ. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താ? 3 റിമൈൻഡർ കിട്ടണം. പക്ഷേ ഒരു കണ്ടീഷനും കൂടിയുണ്ട്. നേരത്തെ നമ്മൾ എന്താ ജസ്റ്റ് ആ റിമൈൻഡർ കിട്ടിയാൽ മാത്രം മതി. പക്ഷേ ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. ആ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് എന്താ? മൾട്ടിപ്പിൾ ഓഫ് 7 ആയിരിക്കണം. ലീസ്റ്റ് മൾട്ടിപ്പിൾ ഓഫ് 7 കൂടി ആയിരിക്കണം. അതായത് നേരത്തെ നമ്മൾ ആ വാല്യൂ മാത്രം കണ്ടുപിടിച്ചാൽ മതി. പക്ഷേ ഇപ്പോഴാണെങ്കിലോ ആ വാല്യൂ കിട്ടണം. ആ വാല്യൂ എന്ന് പറയുന്നത് 7ൻ്റെ മൾട്ടിപ്പിളും ആയിരിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യുക? ഇതുപോലെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമ്മൾ ആദ്യം തന്നെ ഇതിൻ്റെ LCM ഫൈൻഡ് ചെയ്യാം. സോ ഈ 3 നമ്പേഴ്സിൻ്റെ LCM എന്താണ്? വലിയ നമ്പർ നമ്മൾ മാറ്റി വെച്ചു, 16 മാറ്റി വെച്ചു. പിന്നെ ഇതാ ഇവിടെ 16 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ന്യൂമറേറ്റർ ഫുള്ള് കട്ട് പോകും. ഇവിടെ 16 കൊണ്ട് കട്ട് ചെയ്താൽ നമുക്ക് എന്താ 4 വെച്ച് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 3 കിട്ടും. സോ 16 × 3 അതായത് 1 × 3 തന്നെയാണ്. സോ 1 × 3ൻ്റെ LCM എന്ന് പറയുന്നത് 3 തന്നെയാണ്. അങ്ങനെ ആകുമ്പോൾ എന്ത് കിട്ടും? 48 ആണ് നമ്മുടെ LCM. ക്ലിയർ? ആ LCM കാണേണ്ട മെത്തേഡൊക്കെ മനസ്സിലായില്ലേ? 48 ആണ് നമ്മുടെ LCM കിട്ടുക. അപ്പോൾ LCM നമ്മൾ ഫൈൻഡ് ചെയ്തു. ഇനിയിപ്പോൾ വേണ്ടത് എന്താണ്? നമ്മൾ അത് LCM ഫൈൻഡ് ചെയ്യുക. റിമൈൻഡർ എത്ര കിട്ടണം? 3 കിട്ടണം. പക്ഷേ ഇവിടെ ഒരു കണ്ടീഷനും കൂടി ഉണ്ട്. അതാ 7ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം ഈ വാല്യൂ. അതായത് 48
ഇൻറ്റു എക്സ് എടുക്കാം. അതായത് 48 ആവാം, അല്ലെങ്കിൽ 48ൻ്റെ ഇൻറ്റു 2 ആവാം, ഇൻറ്റു 3 ആവാം, അങ്ങനെയുള്ള വാല്യൂ ആയിരിക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, റിമൈൻഡർ കിട്ടേണ്ട വാല്യൂ 3 ആഡ് ചെയ്യുന്നു. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താ, 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ആയിരിക്കണം. ക്ലിയർ? ഇതാണ് കണ്ടീഷൻ. അതായത് 48ന് നമുക്ക് ഈ 3 നമ്പറും കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതിൻ്റെ കൂടെ 3 ആഡ് ചെയ്താൽ എന്ത് കിട്ടും, 51 കിട്ടും. ഈ 51 എന്ന് പറയുന്നത് 7ൻ്റെ മൾട്ടിപ്പിൾ ആണോ? അല്ലല്ലോ, അല്ല. സോ ഈ 51 എന്ന വാല്യൂ നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, 48 ഇൻറ്റു 2 എടുക്കുക. അതായത് ഇവിടെ എക്സിന് 2 കൊടുക്കുക. 48 ഇൻറ്റു 2 എന്ന വാല്യൂ കൊടുക്കുക. എന്ത് കിട്ടും, 96 ആണെന്ന് കിട്ടും. അതിൻ്റെ കൂടെ എന്ത് ചെയ്യുക, പ്ലസ് 3യും കൂടെ ചെയ്യുക, 99 ആണെന്ന് കിട്ടും. അപ്പോൾ ഇത് 7ൻ്റെ മൾട്ടിപ്പിൾ ആണോ? ഇത് 7ൻ്റെ മൾട്ടിപ്പിൾ അല്ല. അടുത്ത എന്താ, 48 ഇൻറ്റു 3 കൊടുക്കുക. 48 ഇൻറ്റു 3 ചെയ്താൽ നമുക്കത് കിട്ടും 144 ആണെന്ന് കിട്ടും. ക്ലിയർ? 48 ഇൻറ്റു 3 ചെയ്താൽ 144 ആണെന്ന് കിട്ടും. ഇനി ഇതിൻ്റെ കൂടെ എന്ത് ചെയ്യണം, നമ്മൾ 3 ആഡ് ചെയ്യണം. സോ 147/7 എന്ന് ചെയ്താൽ എന്ത് കിട്ടും, നമുക്ക് 21 ആണെന്ന് കിട്ടും. അപ്പോൾ 147 എന്ന് പറയുന്നത് 7ൻ്റെ മൾട്ടിപ്പിൾ ആണ്, 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കറിയാം ഇവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത് എന്താ, 3 ആണ്. എക്സിന് നമ്മൾ 3 എന്ന വാല്യൂ ആണ് കൊടുക്കേണ്ടത്. ആൻസർ 147. ക്ലിയർ? 147. അപ്പോൾ ഈ 147 എടുത്താൽ നമുക്ക് എന്താ, കണ്ടീഷൻ ഓക്കെ ആണല്ലോ, 7ൻ്റെ മൾട്ടിപ്പിൾ ആണ്, കറക്റ്റ് ആണ്. പിന്നെ ഈ 3 നമ്പേഴ്സിനെയും കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 3 കിട്ടും, കറക്റ്റാണ്. കാരണം LCMൻ്റെ മൾട്ടിപ്പിളിനെ കൂടെ നമ്മൾ എന്ത് ചെയ്യും, 3 ആഡ് ചെയ്തു. അപ്പോൾ 147 ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ സ്മോളസ്റ്റ് മൾട്ടിപ്പിൾ ഓഫ് 14 വിച്ച് വെൻ ഡിവൈഡ് ബൈ 6, 8, 12 ലീവ്സ് റിമൈൻഡർ 4, 6, 10. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു കണ്ടീഷൻ ഉണ്ട്. നമ്മൾ നേരത്തെ ചോദിച്ചതിനേക്കാളും വ്യത്യാസമുള്ള ക്വസ്റ്റ്യൻ ആണിത്. ഇവിടെ നമ്മൾ 3 നമ്പേഴ്സ് കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അതായത് 6, 8 പിന്നെന്താ 12. ഈ 3 നമ്പേഴ്സ് കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. പക്ഷേ റിമൈൻഡർ എന്ന് പറയുന്നത് എന്താ, നേരത്തെ ഒരു റിമൈൻഡർ മാത്രമായിരുന്നു. ഇവിടെ 3 കണ്ടീഷനിലും വെവ്വേറെ എന്താണ് റിമൈൻഡർ ആണ്. 4, 6, 12, 10. ഈ 3 നമ്പേഴ്സാണ് റിമൈൻഡർ വരിക. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെയൊക്കെ ഡിഫറൻസ് എടുക്കുക. ഇതിൻ്റെയൊക്കെ ഡിഫറൻസ് എടുക്കുമ്പോൾ നമുക്കെല്ലാം ഈക്വൽ ആയിരിക്കും കിട്ടുക. എന്താണ്, ഡിഫറൻസ് 2 ആണ്, ഡിഫറൻസ് 2 ആണ്, ഡിഫറൻസ് 2 ആണ്. ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ 4 കിട്ടണം. 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 6 കിട്ടണം. അതുപോലെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 10 കിട്ടണം. ഇനി അത്രമാത്രം പോരാ, ആ നമ്പർ എന്ന് പറയുന്നത് 14ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്, നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ 6, 8 പിന്നെന്താ 12 ഈ നമ്പേഴ്സിൻ്റെ LCM ഫൈൻഡ് ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് എന്താ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ LCM നമുക്ക് മനസ്സിലാക്കാം. ഈ 3 നമ്പറിൻ്റെയും മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ ഏതാണ് കോമൺ ആയിട്ടുള്ളത്, 24. അപ്പോൾ ഇതിൻ്റെ LCM എന്ന് പറയുന്നത് എന്താണ്, 24 ആണ്. ക്ലിയർ? അപ്പോൾ ഈ 24 എന്ന് പറയുന്നത് വാല്യൂ ഇനി നമുക്കറിയാം എന്താ, നമ്മൾ നേരത്തെ എടുത്തു എന്താണ്, 14ൻ്റെ മൾട്ടിപ്പിൾ ആവണം. അപ്പോൾ ഫസ്റ്റുള്ള വാല്യൂ തന്നെ 24 തന്നെ 14ൻ്റെ മൾട്ടിപ്പിൾ ആവില്ല. അപ്പോൾ നമ്മൾ 24 ഇൻറ്റു എക്സ് ചെയ്യുക. ഇനി ഇതിന്ന് ഒരു -2 കൂടെ ആഡ് ചെയ്യുക. അതായത് ഈ -2 ആണ് ഇവിടെ ആഡ് ചെയ്തത്. അതായത് ഈ 2 ആണ് ഇവിടെ മൈനസ് ചെയ്തത്. ക്ലിയർ? ഡിവൈഡ് ബൈ, അതായത് ഈ നമ്പർ എന്ന് പറയുന്നത് നമുക്ക് 14നെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ക്ലിയർ? അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി അതായത് ഇവിടെ കോമൺ റിമൈൻഡർ അല്ല, ഓരോന്നിനും സെപ്പറേറ്റ് റിമൈൻഡർ ആണ്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, ഇങ്ങനെ ഓരോന്നിൽ നിന്നും അത് മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താ, കോമൺ ആയിട്ടുള്ള ഒരു വാല്യൂ കിട്ടും. അതെന്ന് പറയുന്നത് നമ്മുടെ LCM ഫൈൻഡ് ചെയ്തിട്ടുള്ള വാല്യൂ നിന്ന് മൈനസ് ചെയ്യാം. ഇനി നമുക്ക് ഓരോ വാല്യൂവിനും എക്സിന് ഓരോ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആദ്യം 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലോ, 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 24 - 2 22. അത് 14ൻ്റെ മൾട്ടിപ്പിൾ ആണോ? അല്ല. അപ്പോൾ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. ഇനി 2 ചെയ്താലോ, 48. 2 ചെയ്താൽ നമുക്ക് 48 - 2 46. 14ൻ്റെ മൾട്ടിപ്പിൾ ആണോ? അല്ല. ഇനി 3 ചെയ്താലോ, 3 എന്നത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 72. 24 ഇൻറ്റു 3 ചെയ്താൽ 72 -2 ചെയ്താൽ 70. 70 എന്ന് പറയുന്നത് എന്താണ്, 14ൻ്റെ മൾട്ടിപ്പിൾ ആണ്. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ക്ലിയർ? അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. സിമ്പിൾ അല്ലേ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയാൽ, എ ഓറഞ്ച് ട്രീ, 7 orange trees, 28 apple trees and 42 mango trees have to be planted in a row such that each row contains same number of trees of a variety. One variety matra of one variety only. Minimum number of rows in which the trees may be planted in is. അതായത് ഇവിടെ പറയുന്നത് എന്താ,
3 ഐറ്റം ഉണ്ട്. അതായത് ഓറഞ്ച് ട്രീ ഉണ്ട്, മാംഗോ ട്രീ ഉണ്ട്, പിന്നെന്താ ആപ്പിൾ ട്രീ ഉണ്ട്. അപ്പോൾ ഈ ഇത്രയും ഐറ്റംസ് നമ്മളെന്താ ഓരോ റോയിൽ നമ്മൾ പ്ലാന്റ് ചെയ്യണം. പക്ഷേ ഒരു റോയിൽ ഈക്വൽ നമ്പർ ഓഫ് ട്രീസ് ആയിരിക്കണം പ്ലാന്റ് ചെയ്യുന്നത്. അത് കൂടാണ്ട് എന്താ ഒരു വെറൈറ്റി മാത്രമായിരിക്കണം പ്ലാന്റ് ചെയ്യുന്നത്. 1 വെറൈറ്റി മാത്രമേ പ്ലാന്റ് ചെയ്യാൻ പാടുള്ളൂ. ക്ലിയർ? അപ്പോൾ അത് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് HCF ആണ്, ഹയസ്റ്റ് കോമൺ ഫാക്ടർ. അതായത് നമ്മളെന്താ ഈ 3 വാല്യൂയിലും ഹയസ്റ്റ് ആയിട്ടുള്ള വാല്യൂ ആണ് നമ്മളിതാ ഇവിടെ റോയിൽ അറേഞ്ച് ചെയ്യുന്നത്. വേറൊരു എക്സാമ്പിൾ പറയാം. 5, 15, 20 ഈ വാല്യൂസ് ഉണ്ട്. അപ്പം ഇത്രയും ട്രീസ് ഉണ്ടെന്ന് വിചാരിക്കാം. ഇത് മാംഗോ ട്രീ ആണ്, ഇതെന്താ ആപ്പിൾ ട്രീ ആണ്, മറ്റേത് ഓറഞ്ച് ട്രീ ആണ്. അപ്പോൾ ഇത് നമ്മൾ ഓരോ റോയിലും ഈക്വൽ ആവണമെങ്കിൽ നമ്മൾ എത്ര വീതം അറേഞ്ച് ചെയ്യും? അതായത് നമ്മൾ ഫസ്റ്റ് റോയിൽ 5 അറേഞ്ച് ചെയ്യും. സെക്കൻഡ് റോയിൽ ഇതാ ഫസ്റ്റ് റോയിൽ ഇത് ആപ്പിൾ ആണ്, ഇത് മാംഗോ ആണ്, ഇത് ഓറഞ്ച് ആണ്. ഫസ്റ്റ് റോയിൽ നമ്മൾ ആപ്പിൾ ട്രീ മാത്രം അറേഞ്ച് ചെയ്യും 5. സെക്കൻഡ് റോയിലോ ഇവിടെ നമ്മൾ 5 മാംഗോ ട്രീ, ഇവിടെ 5 മാംഗോ ട്രീ, ഇവിടെ 5 മാംഗോ ട്രീ, ടോട്ടൽ 15 ആയില്ലേ? ആയി. അടുത്തോ ഇനി 4 റോയിലും നമ്മൾ എന്ത് ചെയ്യും? ഓറഞ്ച് ട്രീ 5 വീതം അറേഞ്ച് ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്ത് എന്താണ്? ഈ 3 നമ്പേഴ്സിൻ്റെയും HCF ആണ് നമ്മൾ ഇവിടെ എടുത്തത്. HCF ആണ് നമ്മളിവിടെ അറേഞ്ച് ചെയ്തത്. ക്ലിയർ? അപ്പോൾ അതുപോലെ നമ്മളിവിടെ 7, 28, 42 ഈ നമ്പേഴ്സിൻ്റെ HCF ഫൈൻഡ് ചെയ്യണം. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക? HCF ഫൈൻഡ് ചെയ്യാൻ നമ്മൾ സാധാരണ എങ്ങനെയാണ് യൂസ് ചെയ്യുക? നമ്മൾ ആ ഒരു മെത്തേഡ് ഉണ്ട്, അതിനേക്കാളും സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡ് ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യാം? ഇവിടെ കാണുമ്പോൾ തന്നെ അറിയാം ഇതിൻ്റെ മൾട്ടിപ്പിൾ ഏതിൻ്റെ മൾട്ടിപ്പിളാണ്. ഇവിടെ നമ്മൾ സിമ്പിളായി ചെയ്യാൻ പറ്റും. അതായത് ഇതൊക്കെ 7ൻ്റെ മൾട്ടിപ്പിൾ അല്ലേ? 7 × 4 അല്ലേ? 6. അപ്പോൾ ഇതൊക്കെ 7ൻ്റെ മൾട്ടിപ്പിളാണ്. അപ്പോൾ നമുക്കിവിടെ കാണുമ്പോൾ തന്നെ അറിയാം ഇതിൻ്റെ HCF എന്ന് പറയുന്നത് എന്താണ്? 7 ആണ്. ക്ലിയർ? അപ്പോൾ ഇനിയോ HCF 7 ആണെന്ന് കിട്ടി. അപ്പോൾ ഓരോ റോയിലും എത്ര റോ ഉണ്ടെന്ന് ഫൈൻഡ് ചെയ്യാൻ നമ്മൾ എങ്ങനെ കിട്ടും? അതായത് ഓരോ റോയിലും നമ്മൾ 7 വീതമാണ് അറേഞ്ച് ചെയ്യേണ്ടത്. ഇനി അപ്പോൾ ഫസ്റ്റ് എന്താ? ഓറഞ്ച് ഫസ്റ്റ് എത്തത് എന്താ? 7 റോയിൽ 7 വീതം അറേഞ്ച് ചെയ്തു. എങ്ങനെയാണ്? ഒരു റോ മാത്രം മതി. അടുത്തത് ആപ്പിൾ എന്ന് പറയുന്നത് എത്രയാണ്? 28 റോയിൽ 28 ആപ്പിൾ ട്രീ, ഓരോ റോയിലും 7 വീതം. സോ ടോട്ടൽ എത്ര കിട്ടും? 4 ആണ് കിട്ടുക. ക്ലിയർ? നെക്സ്റ്റ് 42 മാംഗോ ട്രീ. അപ്പോൾ 42/7 ചെയ്താൽ എത്ര റോ വേണമെന്ന് കിട്ടും? എത്രയാണ്? 6 റോസ് ആണ് വേണ്ടത്. സോ ടോട്ടൽ എത്രയാണ്? 6 + 4 10 + 1 11 എന്താണ്? 11 റോ ആണ് നമുക്ക് ആവശ്യം. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? 11 റോസ് ഉണ്ടാവും. ക്ലിയർ? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ നോക്കിയാൽ ഫ്രാക്ഷൻ ആണ് തന്നിട്ടുള്ളത്. ഫൈൻഡ് ദ LCM ഓഫ് ഫ്രാക്ഷൻസ്. അപ്പോൾ ഈ ഫ്രാക്ഷൻസിൻ്റെ LCM ഫൈൻഡ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ സാധാരണ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസിൻ്റെ LCM ഫൈൻഡ് ചെയ്യാൻ സിമ്പിളായിട്ടുള്ള ഇക്വേഷൻ ഉണ്ട്. അതായത് എന്താ? നമ്മൾ ആദ്യം ന്യൂമറേറ്ററിൻ്റെ LCM ഓഫ് ന്യൂമറേറ്റർ കാണാം. LCM ഓഫ് ന്യൂമറേറ്റർ ഡിവൈഡ് ബൈ HCF ഓഫ് ഡിനോമിനേറ്റർ. ക്ലിയർ? നമ്മളോട് ഇവിടെ LCM ആണ് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞത്. ഈ 3 ഫ്രാക്ഷൻ്റെ LCM ആണ് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞത്. അങ്ങനെ ആകുമ്പോൾ എന്താ? ന്യൂമറേറ്ററിൽ നമ്മൾ LCM കാണാം, ഡിനോമിനേറ്ററിൽ HCF കാണാം. ഇനി അതല്ല, നമ്മളോട് ഇവിടെ HCF ആണ് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞത്. HCF ആണ് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? HCF ഓഫ് ന്യൂമറേറ്റർ എടുക്കുക ഡിവൈഡ് ബൈ LCM ഓഫ് ഡിനോമിനേറ്റർ ചെയ്യുക. ക്ലിയർ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? HCF ചോദിച്ചാൽ ന്യൂമറേറ്ററിൽ HCF എടുക്കുക, LCM ചോദിച്ചാൽ ന്യൂമറേറ്ററിൽ LCM എടുക്കുക. ക്ലിയർ? അപ്പോൾ ഇവിടെ സിമ്പിളാണ്. എങ്ങനെയാണ്? ഇവിടെ LCM ആണ് ചോദിച്ചിട്ടുള്ളത്. ന്യൂമറേറ്ററിൻ്റെ LCM എന്താണ്? 563. ഇതിൽ കോമൺ ആയിട്ടുള്ള വാല്യൂ ഏതാണ്? നമുക്കറിയാം 30 ആണ് കോമൺ ആയിട്ടുള്ള വാല്യൂ. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് 6 എന്ന വാല്യൂവിനെ മാറ്റി വെക്കാം. ബാക്കി ഇതാ ഇതും /6 ചെയ്യുക, ഇത് /6 ചെയ്യുക. അപ്പോൾ ഇത് ക്യാൻസലായി. 5 ഉണ്ട്, 1 ഉണ്ട്. 5ൻ്റെയും 1ൻ്റെയും എന്താ LCM എന്താണ്? LCM എന്ന് പറയുന്നത് 5 തന്നെയാണ്. സോ LCM എന്ന് പറയുന്നത് 30 ആണെന്ന് കിട്ടും. ഇനി ഡിനോമിനേറ്ററിൻ്റെ HCF അതായത് 652 ഇതിൻ്റെ HCF എന്താണ്? അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് ഇതിൽ കോമൺ ആയിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് 1 മാത്രമാണ്. സോ HCF എന്ന് പറയുന്നത് 1 ആണ്. സോ എന്ത് കിട്ടും? LCM = എന്ത് കിട്ടും? 30/1. അതായത് 30 തന്നെയാണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ C ആണ് കറക്റ്റ് ആൻസർ. സിമ്പിൾ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നോക്കിയേ. HCF ഫൈൻഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? HCF ആണെങ്കിൽ നമ്മൾ ന്യൂമറേറ്ററിൽ HCF എടുക്കുക. അപ്പോൾ 3, 4, 9, 10 ഈ വാല്യൂസിൻ്റെ HCF ആണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ
നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാലോ എങ്ങനെ ഫൈൻഡ് ചെയ്യും 3, 4, 9, 10. അപ്പോൾ ഇതിൻ്റെ HCF ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. സോ സിമ്പിളാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, അതായത് ഇവിടെ 2 ആണ്. 2, 4, 8, 10 ഇങ്ങനെയാണുള്ളത്. 2, 4, 8, 10 അതുപോലെ ഇവിടെ 3, 9, 15, 21 ഇങ്ങനെയാണുള്ളത്. അപ്പോൾ ഇതിൻ്റെയാണ് LCM നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. എന്താണ് 2, 4, 8, 10 ഇതാണ് ന്യൂമറേറ്ററിലുള്ളത്. അപ്പോൾ ന്യൂമറേറ്ററിലുള്ള വാല്യൂ നോക്കിയേ, ഇതിൻ്റെ HCF എന്താണ്? ന്യൂമറേറ്ററിൽ നമ്മൾ HCF ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ HCF എന്ന് പറയുന്നത് 2 ആയിരിക്കും. ക്ലിയർ? ഇനി താഴെയുള്ള വാല്യൂസ് 3, 9, 15, 21. അപ്പോൾ ഇതിൻ്റെ LCM ആണ്. ഡിനോമിനേറ്ററിൽ നമ്മൾ LCM ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ LCM എന്താണ്? ഇത്രയും വാല്യൂസിൻ്റെ LCM നമ്മൾ ഫൈൻഡ് ചെയ്യാം. ഇത്രയും വാല്യൂസിൻ്റെ LCM എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ഫൈൻഡ് ചെയ്യുക? അപ്പോൾ നമ്മൾ ഏറ്റവും വലിയ വാല്യൂവിനെ നമ്മൾ മാറ്റി വെച്ചു 21. ഇനി ഈ എല്ലാ നമ്പേഴ്സിനെയും നമ്മൾ 21 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് നമ്പറിനെ ഫുള്ള് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ക്ലിയർ? ഇനി സെക്കൻഡ് നമ്പർ 9/21 ഇവിടെ നമുക്ക് എന്താ 3 വെച്ച് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 3 കിട്ടും. നെക്സ്റ്റ് 15/21 ഇവിടെ നമുക്ക് എങ്ങനെ ചെയ്യാം? ഇവിടെ കട്ട് ചെയ്ത് മാറ്റാമല്ലോ. എന്ത് വെച്ച്? 3 വെച്ച് കട്ട് ചെയ്യാം. സോ ഇവിടെ 5 കിട്ടും. സോ 3, 5 ഇതിൻ്റെ LCM എന്താണ്? 3ഉം 5ഉം എന്ന നമ്പേഴ്സിൻ്റെ ന്യൂമറേറ്ററിൻ്റെ LCM എന്താണ്? 15 ആണ്. സോ 21 × 15 ഇതാണ് ഇതിൻ്റെ LCM കിട്ടുക. ഈക്വൽ ടു എന്താ? 315 ആണ് ഇതിൻ്റെ LCM കിട്ടുക. സോ എന്താ? അപ്പോൾ ഇവിടുത്തെ HCF എന്ന് പറയുന്നത് എന്താണ്? 2/315 ആണ്. ക്ലിയർ? HCF പറഞ്ഞുകൊണ്ട് ന്യൂമറേറ്ററിൽ HCF ഫൈൻഡ് ചെയ്യുക, ഡിനോമിനേറ്ററിൽ LCM ഫൈൻഡ് ചെയ്യുക. ക്ലിയർ? അപ്പോൾ ഓപ്ഷൻ D ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ റേഷ്യോ ഓഫ് ദ 2 numbers ഈസ് 3:4 ആൻഡ് ദെയർ LCM ഈസ് 480. ഫൈൻഡ് ദ HCF. അപ്പോൾ ഇവിടെ 2 നമ്പറിൻ്റെ റേഷ്യോ തന്നിട്ടുണ്ട്. നമുക്കറിയാം 2 നമ്പറിൻ്റെ റേഷ്യോ തന്നാൽ നമ്മൾ എങ്ങനെയാണ് ഇതിനെ നമ്പേഴ്സിലേക്ക് മാറ്റുക? നമ്മൾ X ഇട്ട് കൊടുക്കും. അപ്പോൾ ഫസ്റ്റ് നമ്പർ നമുക്ക് 3x ആണെന്ന് പറയാം, സെക്കൻഡ് നമ്പർ 4x ആണെന്ന് പറയാം. ക്ലിയർ? നമ്മൾ സാധാരണ ചെയ്യുന്ന മെത്തേഡാണിത്. ഇനി ഇതിൽ നമുക്ക് ഒരു ഇക്വേഷൻ അറിയാം. എന്താ? ഫസ്റ്റ് നമ്പർ ഇൻറ്റു സെക്കൻഡ് നമ്പർ ഈക്വൽ ടു LCM ഇൻറ്റു HCF. ക്ലിയർ? ഇത് നമുക്കറിയുന്ന കാര്യമാണ്. അപ്പോൾ അത് നമുക്കിതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അതായത് ഫസ്റ്റ് നമ്പർ എന്താണ്? 3x ഇൻറ്റു സെക്കൻഡ് നമ്പർ എന്താണ്? 4x ഈക്വൽ ടു LCM എന്താണ്? 480 ഇൻറ്റു HCF നമുക്കറിയില്ല. അപ്പോൾ HCF എന്ന് പറയുന്നത് x തന്നെയാണ്. അതെങ്ങനെയാണ് മനസ്സിലായേ? അതായത് ഇവിടെ നോക്കി, ഇതാണ് നമ്മുടെ നമ്പർ 3x 4x. അപ്പോൾ ഇതിൽ കോമൺ ആയിട്ടുള്ള നമ്പറാണ് ഇതിൻ്റെ എന്താ? HCF. ഏറ്റവും വലിയ കോമൺ ആയിട്ടുള്ള നമ്പറാണ് HCF. അപ്പോൾ ഇതിൽ ഏറ്റവും വലിയ കോമൺ ആയിട്ടുള്ള നമ്പർ എന്താ? x തന്നെയാണ്. സോ ആ x നമ്മൾ HCF ആയിട്ട് എടുത്തു. ഇനി ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഇതും ക്യാൻസലായി. പിന്നെ എക്സിൻ്റെ വാല്യൂ മാത്രം കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ 480 ഡിവൈഡ് ബൈ 12x ഈക്വൽ ടു 480. ക്ലിയർ? x ഈക്വൽ ടു 480 ഡിവൈഡ് ബൈ 12. അപ്പോൾ എന്ത് കിട്ടും? 40 ആണെന്ന് കിട്ടും. സിമ്പിൾ അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് റേഷ്യോ തന്നാൽ അതിനെ നമുക്ക് 3x 4x എന്നൊക്കെ എഴുതാം. അപ്പോൾ അതിൽ HCF എന്ന് പറയുന്നത് എന്തായിരിക്കും? ആ x ആയിരിക്കും. കാരണം അതാണ് ഏറ്റവും വലിയ ഫാക്ടർ ഇതിൻ്റെ x. സോ x എന്ന് പറയുന്നതും HCF ആണ്. ക്ലിയർ? അപ്പോൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്യുക, എന്നിട്ട് ഫൈൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ A ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ HCF ഓഫ് 2 numbers ഈസ് 2 നമ്പറിൻ്റെ HCF എന്ന് പറയുന്നത് 6 ആണ്. അതുപോലെ LCM എന്ന് പറയുന്നത് എന്താണ്? 84 ആണ്. നമ്മുടെ സെയിം ആണ്. എന്താ? LCM HCF 6 ഇൻറ്റു LCM എന്ന് പറഞ്ഞാൽ 84 ഈക്വൽ ടു 1 ഓഫ് ദ നമ്പർ 42 ആണ്. സെക്കൻഡ് നമ്പർ എന്ന് പറയുന്നത് എന്താണ്? x ആണ്. അപ്പോൾ ഇവിടുന്ന് സിമ്പിളായി ഫൈൻഡ് ചെയ്യാലോ. എന്താണ്? x ഈക്വൽ ടു 6 ഇൻറ്റു 84 ഡിവൈഡ് ബൈ 42. ക്ലിയർ? അപ്പോൾ ഇവിടെ എന്ത് കിട്ടും? ഇതും കട്ട് ചെയ്താൽ 2 കിട്ടും. സോ 12 ആണ് എക്സിൻ്റെ വാല്യൂ. എക്സ് എന്ന് പറയുന്നത് 12 ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതൊരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. അതായത് സാധാരണ എക്സാംസിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് PYQ നോക്കുമ്പോൾ മനസ്സിലാവും. 3 bells റിംഗ് അറ്റ് ഇൻ്റർവെൽ ഓഫ് 15, 30, 45 minutes റെസ്പെക്റ്റീവ്ലി. അറ്റ് വാട്ട് ടൈം വിൽ ദേ റിംഗ് ടുഗദർ എഗെയിൻ? അതായത് ഇവർ വീണ്ടും എപ്പോഴാണ് റിംഗ് ചെയ്യുന്നത്? അപ്പോൾ ഇവിടെ നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത് എന്താണ്? ഇവിടെ ഫൈൻഡ് ചെയ്യേണ്ടത് LCM ആണ്. അപ്പോൾ ഇതുപോലത്തെ കുറേ ക്വസ്റ്റ്യൻ ചോദിക്കാം. അതായത് ബെല്ല് റിംഗ് ചെയ്യുന്നത്, അതുപോലെ നമ്മുടെ ട്രാഫിക് ലൈറ്റ് ചെയ്യുന്നത്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത് എന്താണ്? LCM ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം എന്താ? ഈ 3 നമ്പേഴ്സിൻ്റെ LCM ഫൈൻഡ് ചെയ്യണം. അതായത് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ
ആദ്യത്തെ ബെല്ല് 15 മിനിറ്റ്സ് കൊണ്ട് റിങ് ചെയ്യും. അതായത് ആദ്യം റിങ് ചെയ്തു, ഫസ്റ്റ് റിങ് ചെയ്തു, അതായത് ഇവിടെ ഫസ്റ്റ് മിനിറ്റിൽ റിങ് ചെയ്തു. അത് കഴിഞ്ഞാൽ റിങ് ചെയ്യുന്നത് എപ്പോഴാണ്? 15 മിനിറ്റ്സിലാണ് റിങ് ചെയ്യുന്നത്. ഇനി സെക്കൻഡ് ബെല്ല് ഫസ്റ്റ് മിനിറ്റിൽ റിങ് ചെയ്തു, അടുത്ത റിങ് ചെയ്യുന്നത് എവിടെയാണ്? 30 മിനിറ്റ്സിലാണ് റിങ് ചെയ്യുന്നത്. ഇനി തേർഡ് ബെല്ല് എത്രയാണ്? ഫസ്റ്റ് മിനിറ്റിൽ റിങ് ചെയ്തു, അടുത്ത റിങ് ചെയ്യുന്നത് എവിടെയാണ്? 45 മിനിറ്റിലാണ് റിങ് ചെയ്യുന്നത്. ക്ലിയർ? 45 മിനിറ്റിലാണ് റിങ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. എന്താണ്? ഫസ്റ്റ് ബെല്ല് 15-ൽ റിങ് ചെയ്തു, അത് കൂടാണ്ട് അതെന്ത് ചെയ്യും? 30-ലും റിങ് ചെയ്യും, 45-ലും റിങ് ചെയ്യും. ക്ലിയർ? ഇനി ഈ ബെല്ല് എപ്പോഴാണ് റിങ് ചെയ്യുന്നത്? അടുത്ത 60-ലാണ് റിങ് ചെയ്യുന്നത്. ക്ലിയർ? ഇത് എവിടെയാണ്? 90-ലാണ് റിങ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ചോദിക്കുന്നത് അറ്റ് വാട്ട് ടൈം ദേ വിൽ റിങ് ടുഗദർ. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഈ 30-ൽ 2 ബെല്ല് ഒരുമിച്ച് റിങ് ചെയ്തു, പക്ഷേ മൂന്നാമത്തെ ബെല്ല് ഇല്ല. അപ്പോൾ ഇവർ മൂന്നും കൂടിയിട്ട് റിങ് ചെയ്യുന്നത് ഏത് ടൈമിലാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചോദിച്ചാൽ നമുക്ക് എന്താ? ഇതിൻ്റെ LCM ആണ്. കാരണം LCMൻ്റെ ടൈമിലാണ് അവർ വീണ്ടും കണ്ടുമുട്ടുന്നത്. ക്ലിയർ? അപ്പോൾ ഇവിടെ നമ്മൾ ഈ 3 നമ്പേഴ്സിൻ്റെ LCM ഫൈൻഡ് ചെയ്യാം. ഏതാണ്? 15, അതുപോലെ 30, 45. അപ്പോൾ നമ്മൾ ഇതിൻ്റെ വലിയ നമ്പർ മാറ്റി വെച്ചു, 45 എന്ന നമ്പർ മാറ്റി വെച്ചു. ഇനി 45 കൊണ്ട് ഇതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. ക്ലിയർ? 15 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കംപ്ലീറ്റ് ആയി നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇനി ഇവിടെ ഇവിടെ 2 കിട്ടും. ക്ലിയർ? അപ്പോൾ ന്യൂമറേറ്ററിൻ്റെ LCM എന്താണ്? 1-ൻ്റെയും 2-ൻ്റെയും LCM എന്താണ്? 2 തന്നെയാണ്. സോ നമുക്ക് LCM എന്ന് പറയുന്നത് 90 ആണെന്ന് കിട്ടും. അപ്പോൾ ഈ LCM കിട്ടിയതുകൊണ്ട് നമ്മൾ എന്താ മെയിൻ ചെയ്യുന്നത്? LCM = 90 ആണെന്ന് കിട്ടി. LCM = 90. അതായത് നമ്മൾ ഈ 90 മിനിറ്റ് കഴിയുമ്പോഴാണ് ഇവർ വീണ്ടും ഒരുമിച്ച് ബെല്ല് റിങ് ചെയ്യുന്നത്. ക്ലിയർ? അപ്പോൾ ഇപ്പോഴത്തെ ടൈം തന്നിട്ടുണ്ട് നമുക്ക്. എത്രയാണ്? 8 AM ഫസ്റ്റ് ഇവർ മൂന്നും ഒരുമിച്ച് സൈമൾട്ടേനിയസ്ലി റിങ് ചെയ്തത്. അപ്പോൾ അടുത്തത് ഇവർ മൂന്നും ഒരുമിച്ച് റിങ് ചെയ്യുന്നത് എപ്പോഴാണ്? 90 മിനിറ്റ്സിന് ശേഷമാണ്. 90 മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1.5 hours. ഓക്കെ. അപ്പോൾ 1.5 മണിക്കൂറിന് ശേഷം ഇപ്പോൾ എത്രയാണ്? 8 AM ആണ്, പ്ലസ് 1.5 hours. ക്ലിയർ? അപ്പോൾ എത്രയാണ്? 9:30ക്കാണ് ഇവർ വീണ്ടും ഒരുമിച്ച് റിങ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? അതായത് 90 ആണ് നമുക്ക് LCM കിട്ടിയത്. ആ ടൈമിലായിരിക്കും വീണ്ടും അവർ ഒരുമിച്ച് റിങ് ചെയ്യുന്നത്. അപ്പോൾ 8 AM കൂടെ നമ്മൾ 1.5 hours എക്സ്ട്രാ ആഡ് ചെയ്യുക. സോ 9:30 ആണ് ആൻസർ കിട്ടുക. ഓപ്ഷൻ B ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ? അപ്പോൾ ഇത്രയും ടൈപ്പാണ് നമുക്ക് LCM ഒക്കെ വെച്ച് ചെയ്യാൻ പറ്റുന്നത്. നമുക്കിനി പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കിയാൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, 2022 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ സ്മോളസ്റ്റ് നമ്പർ ഗ്രേറ്റർ ദാൻ 1000 ദാറ്റ് വെൻ ഡിവൈഡഡ് ബൈ എനി വൺ ഓഫ് ദ നമ്പർ. അപ്പോൾ ഈ എത്രയാ? 5 നമ്പേഴ്സിൽ റിമൈൻഡർ എത്ര വരണം? 3 വരണം. നമ്മൾ നേരത്തെ ചെയ്ത അതുപോലത്തെ ക്വസ്റ്റ്യൻ ആണ്, റിമൈൻഡർ 3 വരുന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താ? നമ്മൾ നേരത്തെ പറഞ്ഞു LCM ഫൈൻഡ് ചെയ്യണം. സോ ഇതിൽ ഏറ്റവും വലിയ വാല്യൂവിനെ നമ്മൾ മാറ്റി വെച്ചു, 18 എന്ന വാല്യൂവിനെ മാറ്റി വെച്ചു. ഇനി ബാക്കിയുള്ള നമ്പേഴ്സിനെ നമ്മൾ 18 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. സോ ഇത് ക്യാൻസലായി. ഇവിടെ 18 വെച്ച് ചെയ്താൽ ഇത് ക്യാൻസലായി, ഇവിടെ 18 വെച്ച് ചെയ്തോ. സോ 6 കൊണ്ട് നമുക്ക് ക്യാൻസൽ ചെയ്യാം, ഇവിടെ 2 കിട്ടും. വീണ്ടും 18 വെച്ച് ചെയ്തു, നമ്മൾ എന്ത് ചെയ്യാം? 3 കൊണ്ട് കട്ട് ചെയ്യാം. സോ 5 കിട്ടും. ഇവിടെ 5 ആണ്, ഇവിടെ 2 ആണ്. 2-ൻ്റെയും 5-ൻ്റെയും LCM എന്താണ്? ന്യൂമറേറ്ററിൻ്റെ മാത്രം LCM എടുക്കുക, എന്നിട്ട് വലിയ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എന്ത് കിട്ടും? 2-ൻ്റെയും 5-ൻ്റെയും LCM എന്ന് പറയുന്നത് 10 ആണ്. സോ LCM = 180. സിമ്പിളായി കിട്ടിയില്ല LCM. അപ്പോൾ ഈ മെത്തേഡ് യൂസ് ചെയ്താൽ സിമ്പിളായി LCM കിട്ടും. അപ്പോൾ LCM എന്ന് പറയുന്നത് 180 ആണെന്ന് കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? റിമൈൻഡർ നമുക്ക് എന്ത് കിട്ടണം? LCM 180 ആണെന്ന് കിട്ടി, പക്ഷേ 1000 വാട്ട് ഈസ് ദ സ്മോളസ്റ്റ് നമ്പർ ഗ്രേറ്റർ ദാൻ 1000. അപ്പോൾ 1000-നേക്കാളും കൂടുതലുള്ള വാല്യൂ സ്മോളസ്റ്റ് നമ്പർ ഏതാണെന്നാണ് ചോദിക്കുന്നത്. സോ നമുക്കറിയാം 180 എന്ന വാല്യൂ ഈ 4 നമ്പറും കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഏതൊക്കെയാണ് നമ്പർ? 6, 9, 12, 15, 18. അപ്പോൾ ഈ 5 നമ്പേഴ്സിനെയും നമുക്ക് കൊണ്ടും 180നെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതുപോലെ 180ൻ്റെ മൾട്ടിപ്പിൾസിനെയും നമുക്ക് ഈ നമ്പേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ നോക്കിയാൽ 180 × 20 എത്രയാണ്? സിമ്പിളായി നമുക്കറിയാം എന്താണ്? 180 × 20 ചെയ്താൽ, അല്ലെങ്കിൽ 180 × എത്രയാ? 5 ചെയ്യാം. 20 അല്ല, 5 ആണ്. 5 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 009 900 ആണ് കിട്ടുക. ക്ലിയർ? 180 × 5 ചെയ്താൽ 900 കിട്ടും. അടുത്ത ഇതിൻ്റെ ഫാക്ടർ എത്രയാണ്? 180 × 6 ചെയ്താൽ 1080 കിട്ടും. ക്ലിയർ? അപ്പോൾ 1000-നേക്കാളും
വലിയ നമ്പർ എന്നാലും സ്മോളസ്റ്റ് നമ്പർ 1000ൻ്റെ അടുത്തുള്ള സ്മോളസ്റ്റ് നമ്പർ ഏതാണ് 1080 ആണ്. 1080 എന്ന ഫാക്ടർ നമ്പറിനെ നമുക്ക് ഈ 5 നമ്പേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്ക് എന്താ റിമൈൻഡർ 3 വരണം. സോ ഇതിൻ്റെ കൂടെ ഒരു 3 കൂടെ ആഡ് ചെയ്യാം. ക്ലിയർ? അപ്പോൾ 1083 ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഏതാ? സി ആണ് കറക്റ്റ് ആൻസർ. സിമ്പിൾ അല്ലേ? ആദ്യം നമ്മൾ LCM ഫൈൻഡ് ചെയ്യുന്നു. LCMൻ്റെ മൾട്ടിപ്പിൾസ് നോക്കുന്നു. 1000ൻ്റെ അടുത്തുള്ള മൾട്ടിപ്പിൾസിന് നമ്മൾ ഫൈൻഡ് ചെയ്യുന്നു. ഏതാ? 1080 ആണ് അടുത്തുള്ള മൾട്ടിപ്പിൾ. അപ്പോൾ ഈ 1080 നമുക്കിതാ 6, 9, 12, 15, 18 എന്ന നമ്പേഴ്സ് കൊണ്ടൊക്കെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മളോട് എന്താ ചോദിച്ചത്? റിമൈൻഡർ 3 വരണം. സോ ഇതിൻ്റെ കൂടെ നമ്മളൊരു 3 ആഡ് ചെയ്താൽ റിമൈൻഡർ എന്ത് വരും? 3 വരും. സോ 1083 ആണ് കറക്റ്റ് ആൻസർ. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? 2022 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ ക്യാൻ എക്സ് കണ്ടെയ്ൻ 399 ലിറ്റർ പെട്രോൾ. അതായത് ഒരു ക്യാൻ, അതിൽ 399 ലിറ്റർ പെട്രോൾ ഉണ്ട്. അതുപോലെ ക്യാൻ വൈ, ഇത് എക്സ് ആണ്. അടുത്ത ക്യാൻ വൈ കണ്ടെയ്ൻസ് എത്രയാണ്? 532 ലിറ്റേഴ്സ് ഓഫ് ഡീസൽ. അപ്പോൾ ഇത് ഡീസലാണ്. ക്ലിയർ? ദേ ആർ ടു ബി ബോട്ടിൽഡ് ഇൻ എ ബോട്ടിൽ ഓഫ് ഈക്വൽ സൈസ്. അപ്പോൾ ഈ എന്താണ്, 2 ബോട്ടിലുള്ള സാധനങ്ങൾ ഈക്വൽ സൈസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈക്വൽ സൈസിലേക്ക് റെപ്രസെൻറ്റ് ചെയ്യുന്നു. അതായത് ഇതിനൊക്കെ നമ്മൾ ഒരു ഈക്വൽ സൈസ്, ബോട്ടിലിൻ്റെ സൈസ് നമുക്കറിയില്ല, ഈക്വൽ ആയിട്ടുള്ള സൈസിലേക്ക് നമ്മൾ ഒഴിക്കുന്നു, pour ചെയ്യുന്നു. അതുപോലെ ഇതാ ഇവിടെയും സെയിം ക്വാണ്ടിറ്റി, സെയിം ക്വാണ്ടിറ്റി ഉള്ള ജാറിലേക്ക് നമ്മൾ മാറ്റുന്നു. ക്ലിയർ? ബോട്ടിലേക്ക് മാറ്റുന്നു. ദ ബോട്ടിൽ കപ്പാസിറ്റി ഇൻ ടേംസ് ഓഫ് ലിറ്റർ ഈസ് ആൻ ഇൻഡിജർ. ഹൗ മെനി ഡിഫറെൻറ്റ് ബോട്ടിൽസ് സൈസ് ആർ പോസിബിൾ. അപ്പോൾ ഇങ്ങനെ പോസിബിൾ ആയിട്ടുള്ള എത്ര ഡിഫറെൻറ്റ് സൈസ് പോസിബിൾ ആണെന്നാണ് ചോദിക്കുന്നത്. ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം. 15 അതുപോലെ 20. ഇത് പെട്രോള്, ഇത് ഡീസലാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇത് നമുക്ക് ഈക്വൽ സൈസിലുള്ള ബോട്ടിലേക്ക് മാറ്റണം. അപ്പോൾ നമുക്ക് നോക്കാം. 5 ലിറ്ററുള്ള ബോട്ടിലാണെങ്കിൽ ഇവിടെ 3 ബോട്ടിൽ യൂസ് ചെയ്യാം, ഇവിടെ 4 ബോട്ടിൽ യൂസ് ചെയ്യാം. ക്ലിയർ? അപ്പോൾ 5 ലിറ്ററുള്ള ബോട്ടിലാണെങ്കിൽ നമുക്കിതാ ഇതുപോലെ യൂസ് ചെയ്യാം. അതുപോലെ ഇവിടെ ചോദിക്കുന്നത് എത്ര തരത്തിൽ, ഇവിടെ 5 ലിറ്റർ പറ്റും, അതുപോലെ 1 ലിറ്റർ പറ്റുമല്ലോ. 1 ലിറ്റർ ആണെങ്കിൽ 1 ലിറ്റർ ബോട്ടിലാണെങ്കിൽ ഇവിടെ 15 ബോട്ടിൽസ് വരും, ഇവിടെ 20 ബോട്ടിൽസ് വരും. ക്ലിയർ? അതായത് ഈക്വൽ സൈസുള്ള ബോട്ടിൽസ് വേണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര തരത്തിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും? ഒന്നുമില്ല, സിമ്പിളാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിൻ്റെ HCF ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. ഈ 2 നമ്പേഴ്സിൻ്റെ HCF ഇതാ ഇവിടെ നോക്കിയാൽ 15-ഉം 20-നും അതിൻ്റെ HCF എന്താണ്? അതിൻ്റെ HCF ആണ് നമ്മളിപ്പോൾ 5 എന്ന് ഫൈൻഡ് ചെയ്തത്. അപ്പോൾ അതുപോലെ ഇവിടെ 399 അതുപോലെ 532 ഇതിൻ്റെ HCF ആണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ HCF ഫൈൻഡ് ചെയ്യാൻ സിമ്പിളായിട്ടുള്ളൊരു ട്രിക്കും കൂടിയുണ്ട്. നമ്മൾ സാധാരണ ഒരു എക്സാമ്പിൾ നോക്കാം. 15, 30 അതുപോലെ ഒരു എക്സാമ്പിൾ 40. ഇത്രയും നമ്പേഴ്സിൻ്റെ നമ്മൾ HCF ഫൈൻഡ് ചെയ്യണം. HCF ഫൈൻഡ് ചെയ്യാൻ നമ്മളിതാ ഇതിൻ്റെ ഡിഫറൻസ് മാത്രം എടുക്കാം. ഇതിൻ്റെ ഡിഫറൻസ് എടുക്കുമ്പോൾ ഇവിടെ 15 കിട്ടി. നമ്മൾ സ്മോളസ്റ്റ് ഡിഫറൻസ് എടുക്കാം. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഇവിടെ എത്രയാണ്? 10 ആണ് കിട്ടുക. ഇനി ഈ സ്മോളസ്റ്റ് ഡിഫറൻസ് കൊണ്ട് നമ്മൾ ഈ 3 നമ്പേഴ്സിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. ഈ 3 നമ്പറിനെയും 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ഈ 10ൻ്റെ ഫാക്ടേഴ്സ് എടുക്കാം. ഏറ്റവും വലിയ ഫാക്ടർ എടുക്കാം. 10ൻ്റെ ഏറ്റവും വലിയ ഫാക്ടർ ഏതാണ്? 5 ആണ്. 5 × 2. ഇനി ഈ 5 കൊണ്ട് ഈ നമ്പേഴ്സിനൊക്കെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? നമുക്ക് പറ്റുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ 5 ആണ് ഇതിൻ്റെ HCF എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ 5 ആണ് HCF എന്ന് പറയുന്നത്. മനസ്സിലായോ? ആദ്യം നമ്മൾ 10 കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ 10 ആയിരിക്കും HCF. ഇനി 10 പറ്റുന്നില്ല, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ ഫാക്ടർ എടുക്കുക, 5 ആണ്. ഇനി 5 കൊണ്ട് പറ്റുന്നില്ലെങ്കിലോ 10ൻ്റെ അടുത്ത വലിയ ഫാക്ടർ എടുക്കുക. അങ്ങനെ ഓരോന്നും നോക്കുക. അപ്പോഴാണ് നമുക്ക് HCF കിട്ടുക, സിമ്പിളായി കിട്ടും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ നോക്കിയേ, ഇവിടെ നമ്മൾ ആദ്യം തന്നെ ഇതിൻ്റെ ഡിഫറൻസ് എടുക്കുക. ഇതിൻ്റെ ഡിഫറൻസ് നോക്കിയാൽ എത്ര കിട്ടും? ഇതിൻ്റെ ഡിഫറൻസ് നമുക്ക് കിട്ടുക എത്രയാണ്? ഇവിടെ കിട്ടും 3, 3, 1. 133 ആണ് കിട്ടുക. ഇനി ഈ 133 കൊണ്ട് നമുക്ക് ഈ 2 നമ്പേഴ്സിനെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അത് നോക്കാം. 133 × 3 ചെയ്താൽ നമുക്കിത് കിട്ടില്ലേ? × 3 ചെയ്താൽ ഇത് കിട്ടും. ഇനി ഇവിടെ 2 ആണ് തന്നിട്ടുള്ളത്. സോ 133 × 4 ചെയ്ത് നോക്കിയേ. 133 × 4 ചെയ്താൽ നമുക്ക് ഈ വാല്യൂ കിട്ടും. അപ്പോൾ ഈ 2 വാല്യൂവിനെ നമുക്ക് 133 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ HCF എന്ന് പറയുന്നത് എന്താണ്? HCF എന്ന് പറയുന്നത് 133 ആണ്. ക്ലിയർ? അത് മനസ്സിലാക്കാം.
അപ്പോൾ HCF 133 ആയാൽ നമുക്കറിയാം ഈ ബോട്ടിലിനൊക്കെ നമുക്ക് 133 എന്ന ക്വാണ്ടിറ്റിയിൽ അറേഞ്ച് ചെയ്യാം. അതായത് ഈ ബോട്ടിലിൻ്റെ സൈസ് 133 ആണ്, ഇത് 133 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര ബോട്ടിൽ വേണം? ഇവിടെ നമുക്ക് 3 ബോട്ടിൽ യൂസ് ചെയ്യാം, ഇവിടെ 4 ബോട്ടിൽ യൂസ് ചെയ്യാം. ക്ലിയർ? അതൊരു മെത്തേഡ്. അപ്പോൾ 133 നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ 1 എന്ന ഓരോ ബോട്ടിലിൻ്റെ സൈസും 1 ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാമല്ലോ, അതും യൂസ് ചെയ്യാം. അത് സെക്കൻഡ്. ഇനി ഈ 133ൻ്റെ ഫാക്ടേഴ്സ് ഉണ്ട്, അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ 133ൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയാൽ 133, അപ്പോൾ ഇതിൻ്റെ ഫാക്ടേഴ്സ് നോക്കിയാൽ നമുക്ക് എന്താ 140 എന്ന് പറയുന്നത് 7ൻ്റെ മൾട്ടിപ്പിൾ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ 133 എന്തായിരിക്കും? 7ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. സോ 7 × 19 ചെയ്താൽ നമുക്കതാ ഇത് കിട്ടും. 7 × 19 ചെയ്താൽ 133 കിട്ടും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം എന്താ 133ൻ്റെ ഫാക്ടേഴ്സാണ് 7ഉം 19ഉം. സോ നമുക്കിതാ ഇതിൻ്റെ കൂടെ 7 ആഡ് ചെയ്യാം, അതുപോലെ 19 ആഡ് ചെയ്യാം. അപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റി നമുക്ക് ബോട്ടിൽ യൂസ് ചെയ്യാം. എന്തൊക്കെയാണ്? 133, അതിൻ്റെ ഫാക്ടറായ 7, 19, പിന്നെ 1. ഈ 4 ടൈപ്പുള്ള ബോട്ടിൽസ് നമുക്ക് യൂസ് ചെയ്യാം. ക്ലിയർ? അപ്പോൾ ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ there are 3 ട്രാഫിക് സിഗ്നൽസ്. അപ്പോൾ 3 ട്രാഫിക് സിഗ്നൽസ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഒരു ബെല്ലിൻ്റെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു, അതുപോലെ 2023 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് എന്താ ട്രാഫിക് സിഗ്നൽ. 3 ട്രാഫിക് സിഗ്നൽ ഉണ്ട്. ഈച്ച് സിഗ്നൽ കളേർഡ് എന്താണ് ചേഞ്ച് കളർ ഫ്രം ഗ്രീൻ ടു റെഡ്. അപ്പോൾ ഗ്രീൻ ടു റെഡ് കളർ മാറ്റും, പിന്നെന്താ റെഡ് ടു ഗ്രീൻ, തിരിച്ച് റെഡിൽ നിന്ന് ഗ്രീനിലേക്ക് മാറും. ദ ഫസ്റ്റ് സിഗ്നൽ ടേക്സ് 25 സെക്കൻഡ്, സെക്കൻഡ് സിഗ്നൽ ടേക്സ് 39 സെക്കൻഡ്സ് ആൻഡ് തേർഡ് സിഗ്നൽ ടേക്സ് 60 സെക്കൻഡ്സ്. സോ ഇവിടെ യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് സിഗ്നൽ 25 സെക്കൻഡ്സ്, സെക്കൻഡ് 39 സെക്കൻഡ്, തേർഡ് എന്ന് പറയുന്നത് 60 സെക്കൻഡ്സ് ആണ്. ക്ലിയർ? ഇത്രയും സെക്കൻഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ദ ഡ്യൂറേഷൻ ഫോർ ദ ഗ്രീൻ ആൻഡ് റെഡ്, അതായത് ഡ്യൂറേഷൻ, അതായത് ഗ്രീനിൽ നിന്ന് റെഡിലേക്ക് പോകാനും റെഡിൽ നിന്ന് ഗ്രീനിലേക്ക് പോകാനും സെയിം ഡ്യൂറേഷൻ ആണ്. ഇനി പറയുന്നത് അറ്റ് 2 PM ദേ ടുഗദർ ടേൺ ഗ്രീൻ. അറ്റ് വാട്ട് ടൈം വിൽ ദേ ചേഞ്ച് ടു ഗ്രീൻ നെക്സ്റ്റ്? അതായത് 2 PM എന്താണ് റെഡ് ആണുള്ളത്, 2 PM ഗ്രീൻ ആണുള്ളത്. 2 PM ഗ്രീൻ ആണുള്ളത്. ഇനി എഗെയിൻ അവർ ഗ്രീൻ ആവുന്നത് എപ്പോഴാണ്? സോ എഗെയിൻ ഗ്രീൻ ആവണമെങ്കിൽ ഫസ്റ്റ് എന്ത് ചെയ്യണം? റെഡ് ആവണം, പിന്നെ എന്ത് ചെയ്യണം? അവർ ഗ്രീൻ ആവണം. ക്ലിയർ? അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ഫൈൻഡ് ചെയ്യേണ്ടത്? ഇവിടെയും നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത് എന്താണ്? LCM തന്നെയാണ്. ഇവിടെയും നമ്മൾ LCM ആണ്. കാരണം ഇവർ സെയിം ഗ്യാപ്പിലാണ് എന്താ ഇവർ ഒരുമിച്ചാണ് ഇവിടെ റെഡ് ആവേണ്ടത്, അതിനുശേഷം ഒരുമിച്ച് ഗ്രീൻ ആവും. സോ ഇവിടെ നമ്മൾ നേരത്തെ ചെയ്ത സെയിം മെത്തേഡാണ് ഇതിൻ്റെ 3ൻ്റെയും നമ്മൾ LCM ഫൈൻഡ് ചെയ്യാം. LCM ഫൈൻഡ് ചെയ്യാൻ എന്ത് ചെയ്യുക? ഏറ്റവും വലിയ വാല്യൂവിന് മാറ്റി വെക്കുക, 60നെ മാറ്റി വെക്കുക. ഇനിയോ 60/25/60 ചെയ്യുക, 39/60 ചെയ്യുക. ഇത് കട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക? 5 കൊണ്ട് കട്ട് ചെയ്താൽ 5 കിട്ടും. ഇവിടെ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ നമുക്ക് 13 കിട്ടും. 3 വെച്ച് കട്ട് ചെയ്യുമ്പോൾ 13 കിട്ടും. 5ൻ്റെയും 13ൻ്റെയും എന്താണ് LCM എന്താണ്? ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. എത്രയാണ്? 65 ആണ്. സോ ഇൻറ്റു 65 ചെയ്യാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ LCM കിട്ടി. ഇനി നമ്മൾ ചെയ്യേണ്ടത്, അപ്പോൾ ഇത്രയും ടൈം കൊണ്ട് 60 × 65 എന്ന ടൈം കൊണ്ട് എന്താണ് ഇവരൊക്കെ എന്ത് ചെയ്യും? റെഡായി മാറും. നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് റെഡ് അല്ല വേണ്ടത്, നമുക്ക് വീണ്ടും ഗ്രീനിലേക്ക് മാറണം. സോ അപ്പോൾ ഇൻറ്റു 2 ചെയ്യാം. ക്ലിയർ? ഇൻറ്റു 2 ചെയ്താൽ അത്രയും ടൈം എടുക്കും ഇവർ എന്ത് മാറാൻ? ഇതിലേക്ക് ടൈമിലേക്ക് എന്താ ഗ്രീനിലേക്ക് മാറാൻ. ക്ലിയർ ആയോ? അതായത് 60 × 65 എന്ന ടൈം വേണമെങ്കിൽ നിങ്ങൾക്കിത് മൾട്ടിപ്ലൈ ചെയ്യാം. ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ 3900 എന്ന് കിട്ടും. അപ്പോൾ ഇത്രയും ടൈം എടുക്കും ഇവരെന്ത് ചെയ്യുക? ഇങ്ങോട്ട് മാറാൻ, റെഡിലേക്ക് മാറാൻ ഇത്രയും ടൈം എടുക്കും, ഇത്രയും സെക്കൻഡ്സ് എടുക്കും. ക്ലിയർ? ഇത്രയും സെക്കൻഡ്സ്. ഈ സെക്കൻഡ്സിനെ നമ്മൾ മിനിറ്റിലേക്ക് മാറ്റാൻ കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്യുക? /60 ചെയ്യുക. /60 ചെയ്താൽ എത്ര കിട്ടും? 65 മിനിറ്റ്സ് ആണെന്ന് കിട്ടും. സോ 65 മിനിറ്റ്സ് കൊണ്ട് എന്ത് ചെയ്യും? 65 സെക്കൻഡ് കൊണ്ട് ഇവരൊക്കെ റെഡ് ഒരുമിച്ച് ആവും. ഇനി വീണ്ടും അടുത്ത 65 മിനിറ്റ്സ് കൊണ്ട് ഫസ്റ്റ് 65 മിനിറ്റ്സ് കൊണ്ട് എന്തായി? റെഡായി. അടുത്ത 65 മിനിറ്റ്സ് കൊണ്ട് ഗ്രീൻ ആവും. ക്ലിയർ? അപ്പോൾ ടോട്ടൽ എത്ര മിനിറ്റ്സ് ആണ് എടുത്തത്? 65 മിനിറ്റ്സ് + 65 മിനിറ്റ്സ്. ക്ലിയർ? അതായത് LCM എന്ന് പറയുന്നത് 3900 ആണ്. അതിനെ നമ്മൾ മിനിറ്റിലേക്ക് മാറ്റി 65. അപ്പോൾ ഫസ്റ്റത്തെ 65 മിനിറ്റ് കൊണ്ട് എല്ലാവരും റെഡ് ഒരുമിച്ച് ഓൺ ആവും. പിന്നെ എന്ത് ചെയ്യും? അടുത്ത 65 മിനിറ്റ് കൊണ്ട് ഗ്രീൻ ആവും.
ക്ലിയർ? അപ്പോൾ ടോട്ടൽ എത്രയാണ്? 2 hours പ്ലസ് 10 minutes ആണുള്ളത്. സോ 2 PM ഫസ്റ്റ് ഗ്രീൻ ആയത്. പിന്നെ 2 hours 10 minutes കഴിഞ്ഞിട്ട് വീണ്ടും ഗ്രീൻ ആവും. സോ 4:10 ആണ് ആൻസർ. 4:10 ആയിരിക്കും ആൻസർ. ക്ലിയർ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. സിമ്പിൾ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ലാസ്റ്റ് നമ്മൾ ഇപ്പോൾ നടന്ന എക്സാമിന് ചോദിച്ചത് 2025 നടന്ന എക്സാമിന് ചോദിച്ചാണ്. ദർ ആർ n സെറ്റ് ഓഫ് നമ്പേഴ്സ് ഈച്ച് ഹാവ് ഇൻ ഓൺലി 3 പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് വിത്ത് LCM ഈക്വൽ ടു എത്രയാണ്? 1001 ആൻഡ് HCF എത്രയാണ്? 1. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് n? അതായത് ഇവിടെ നമ്മളോട് പറയുന്നു LCM എന്ന് പറയുന്നത് എന്താണ്? 1001 ആണ്. അതുപോലെ HCF എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. ദർ ആർ n സെറ്റ്സ് ഓഫ് നമ്പേഴ്സ് ഈച്ച് ഹാവിങ് ഓൺലി, അതായത് ഒരുപാട് സെറ്റ് ഉണ്ട്. അതായത് സെറ്റ് എന്ന് പറഞ്ഞാൽ അറിയാമോ എന്താണ്? ഒരു പാക്കറ്റാണ്. അതായത് ഈ സെറ്റിൽ ഒരുപാട് നമ്പേഴ്സ് ഉണ്ട്, അടുത്ത സെറ്റിൽ ഒരുപാട് നമ്പേഴ്സ് ഉണ്ട്, വേറൊരു സെറ്റിലല്ല ഒരുപാട് നമ്പേഴ്സ് ഉണ്ട്. സെറ്റ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഒരു സെറ്റിൽ ഒരു പാക്കറ്റ് എന്ന് വിചാരിക്കാം. ഈ സെറ്റിൽ ഒരുപാട് നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ നമ്പേഴ്സിൻ്റെ ഒക്കെ HCF എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും. അതുപോലെ LCM എന്ന് പറയുന്നത് എന്തായിരിക്കും? 1001 ആയിരിക്കും. അതുപോലെ ഈ സെറ്റിൻ്റെ സെയിം ആണ്, 1ഉം 1001 ആയിരിക്കും. അങ്ങനെ ആണെങ്കിൽ അത് എത്ര തരത്തിൽ നമുക്ക് വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് n, എത്ര സെറ്റ് ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് n, എത്ര തരത്തിലുള്ള സെറ്റ് ഉണ്ട്, എത്ര സെറ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത് LCM എന്ന് പറഞ്ഞാൽ 1001 കിട്ടി. അപ്പോൾ ഈ 1000 ഞാൻ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞാണ് 1001ൻ്റെ ഫാക്ടേഴ്സ് എന്താണ്? 7 × 11 × 13 ആണ് ഇതിൻ്റെ ഫാക്ടേഴ്സ്. ക്ലിയർ? ഇതൊക്കെ പ്രൈം നമ്പർ ആണ്. 7 × 11 × 13 ആണ് ഈ 1001ൻ്റെ ഫാക്ടേഴ്സ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഈ 3 നമ്പർ ഒരു സെറ്റിൽ ഈ 3 നമ്പർ ഉണ്ടെങ്കിൽ 7, 11, 13 ഈ 3 നമ്പേഴ്സ് ഒരു സെറ്റിൽ ഉണ്ടെങ്കിൽ ഇതിൻ്റെ HCF എന്തായിരിക്കും? നമുക്കറിയാം ഇതൊക്കെ പ്രൈം നമ്പറാണ്. അപ്പോൾ HCF എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും. ഇനി ഇതിൻ്റെ LCM എന്തായിരിക്കും? LCM എന്ന് പറയുന്നത് 1001 ആയിരിക്കും. കാരണം ഇതൊക്കെ പ്രൈം നമ്പറാണ്. ഇതൊക്കെ ഒരുമിച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രമേ ഇതിൻ്റെ HCF കിട്ടൂ. ക്ലിയർ? അപ്പോൾ LCM കിട്ടും. അപ്പോൾ 1001 ആയിരിക്കും ഇതിൻ്റെ എന്താണ്? HCF എന്ന് LCM എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ ഇതൊരു സെറ്റ് നമുക്ക് കിട്ടി. ഇനി അടുത്തൊരു സെറ്റ് നോക്കിയാൽ നമുക്ക് വേണമെങ്കിൽ 7 അതുപോലെ 11 × 13 ചെയ്യാം. അതുപോലെ 13 ഈ സെറ്റ് നോക്കിയേ. ഇവിടെ എന്ത് വരും നമുക്ക്? അതായത് ഇത് 1001 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും, ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഈ നമ്പർ നമുക്ക് 1001 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ലേ? പറ്റും. ഇതും 1001 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെയും എന്താണ്? LCM എന്ന് പറയുന്നത് 1001 ആണ്, HCF എന്ന് പറയുന്നത് 1 ആണ്. ഇനി അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. 7 × 13 അതുപോലെ 11 പിന്നെ 13 ഇതൊക്കെ എന്താണ്? ഇതും നമുക്ക് സെയിം ആണ്. 1001 ആണ് LCM, 1 ആണ് HCF. അങ്ങനെ ഇതുപോലെ ഒരുപാട് സെറ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമല്ലോ. ഒരുപാട് സെറ്റ്, അതായത് 8 സെറ്റ് അല്ല, ഇവിടെ മാക്സിമം 8 ആണ് കൊടുത്തിട്ടില്ലേ. 8 അല്ല, അതിൽ കൂടുതൽ സെറ്റ് ഉണ്ടാക്കാം. വേറൊരു സെറ്റ് നോക്കിയേ. വേറൊരു സെറ്റ് വേണമെങ്കിൽ 7 × 11 × 13 കൊടുക്കാം, പിന്നെ 1 കൊടുക്കാം. അപ്പോൾ ഇവിടെയൊക്കെ HCF എന്താണ്? HCF എന്ന് പറയുന്നത് 1 ആണ്. LCM എന്ന് പറയുന്നത് എന്താണ്? ഇതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ, അതായത് 1001. ഓക്കെ, അപ്പോൾ 8 അല്ല, അതിൽ കൂടുതൽ പേഴ്സ് നമുക്ക് ഇവിടുന്ന് ഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? മോർ ദാൻ 8 ആണ്. ക്ലിയർ? അപ്പോൾ ഇവിടെ നമ്മൾ ജസ്റ്റ് നമുക്കറിയാം, ഈ കാര്യം നിങ്ങൾ പഠിച്ചു വെക്കണം. 1001ൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? 7 × 11 × 13 ആണ്. അപ്പോൾ ഇതറിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ഇതിൻ്റെ കണ്ടുപിടിക്കാം? ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാം, അതുപോലെ LCM കണ്ടുപിടിക്കാം, HCF ഒക്കെ കണ്ടുപിടിക്കാം. ക്ലിയർ? അപ്പോൾ ഇതാണ് നമ്മുടെ HCFും LCMും എന്ന ടോപ്പിക്കിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ്. സിമ്പിൾ അല്ലേ? അപ്പോൾ ഏതാണ്ട് നമ്മൾ നമ്പർ സിസ്റ്റത്തിൽ ഒരുപാട് ടോപ്പിക്ക് ചെയ്തു. നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്തൊരു ടോപ്പിക്കുമായി നമുക്ക് അടുത്ത ക്ലാസ് കാണാം.